شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه الحمد لله رب العالمين محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ സ്നേഹമുള്ള മുസ്ലിം സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ സന്തോഷത്തോടുകൂടി നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമ്മുടെ ഭാര്യമാർ, സഹോദരന്മാർ, അവരുടെയും സന്തതികളും കിട്ടിയവരുടെ ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഏറ്റവും പവിത്രമായ മാസമാകുന്ന വിശുദ്ധ റമദാനിന്റെ പ്രഥമ ദിനത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല സദസ്സിൽ സംഗമിക്കാൻ ഭാഗ്യം കിട്ടിയതുപോലെ അവന്റെ എല്ലാ നല്ല സദസ്സുകളിലും നല്ല സംഗമങ്ങളിലും വിശേഷിച്ച് സ്വർഗപൂങ്കാവനത്തിലും ഒന്നിച്ചുകൂടാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധരായ മലായിക്കത്തുകളുടെ തലവരകൾക്ക് മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ പാകമായ വിശുദ്ധി ഈ നല്ല മാസത്തിൽ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളാകാൻ എന്തെല്ലാം നാം ത്യജിക്കേണ്ടതുണ്ടോ, എന്നിൽ നിന്നെല്ലാം നാം ശുദ്ധിയാകേണ്ടതുണ്ടോ, അതെല്ലാം അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ച് പെരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ കക്ഷികളാകാൻ എന്തെല്ലാം നാം പാലിക്കൂട്ടേണ്ടതുണ്ടോ, അതെല്ലാം അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ച് പെരുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹ സമയങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വിദേശ രാജ്യങ്ങളിലൂടെ നമ്മുടെ സഹോദരന്മാർക്കും നമുക്കും ഈ വർഷം ഒന്നിച്ച് റമദാൻ ആരംഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഇപ്രകാരം ഒന്നിച്ച് ഒരുമയോടുകൂടെ നമ്മെ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ബഹുമാനം സ്ത്രീ പുരുഷ വ്യത്യാസമെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുന്ന രൂപത്തിലാണ് പ്രവർത്തനങ്ങളും ബഹുമാനാദരവുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പള്ളികളിലും പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലും അങ്ങാടികളിൽ പോലും വിശുദ്ധ റമദാനിന്റെ ചിഹ്നങ്ങൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുമാനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമായി അല്ലാഹു നമുക്ക് ആക്കി തീരുമാനമാകട്ടെ. വിശുദ്ധ റമദാനിനെ കുറിച്ച് എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം എന്ന വിഷയത്തിൽ പലരും പരിഭ്രമത്തിലാണ്. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ അത്രയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയുണ്ടായി. നമുക്ക് ഈ പലപ്പോഴും കേട്ട ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖദ് ദനാ ശഹ്റു റമളാൻ,
വിശുദ്ധ റമദാൻ സമാഗമമായപ്പോൾ അടുത്തു വന്നപ്പോൾ നബിതങ്ങൾ പറയുകയാണ്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാന ലതമന്നതു ഉമ്മത്തി അൻ യകൂന സന. റമദാൻ മാസം എങ്ങാനും അതിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും അതിന്റെ ഉള്ളിലുള്ള ഓഫറുകളും റമദാനിന്റെ ഉള്ളിലിരിപ്പോഴും അടിമകൾ അറിഞ്ഞുപോയാൽ എന്റെ സമുദായം ഈ വിശുദ്ധ റമദാൻ ഒരു വർഷം മുഴുവനും നീണ്ടു നിന്നിരുമെങ്കിൽ കൊണ്ട് കൊതിച്ചു പോവുകയാണ്. വിശുദ്ധ റമദാൻ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ തിരക്കില്ല എന്ന് ചിലപ്പോഴെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഉദിച്ചു പോകാറുണ്ട്. റമദാൻ മാസം സമാപിക്കുമ്പോൾ ശവ്വാലിന്റെ മാസപ്പിറവി റമദാൻ തിരക്കില്ല എന്ന് ചില കുട്ടികളെങ്കിലും ആശിച്ചു പോകാറുണ്ട്. വിശുദ്ധ റമദാനിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ അറിയാത്തതിന്റെ പേരിലാണ് അവരങ്ങനെ കരുതിപ്പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റമദാൻ ഒരു മാസം കൊണ്ട് കൂടിയത് എന്ന് മാത്രമല്ല, ഒരു വർഷക്കാലം വിശുദ്ധ റമദാൻ നീണ്ടു നിന്നിരുന്നെങ്കിൽ എന്ന് പോലും വിശുദ്ധ റമദാനിന്റെ ഈ രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ കൊതിച്ചു പോകുമെന്നാണ് പറയുന്നത്. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് നീണ്ട ഒരു ഹദീസാണ്. ആ ഹദീസിൽ വിശുദ്ധ റമദാനിന്റെ ബഹുമാനങ്ങളും ഓഫറുകളും പവറുകളും പറഞ്ഞ കൂട്ടത്തിൽ നീണ്ട ഹദീസിന്റെ നടുഭാഗത്ത് കാണാൻ വഇന്ന ലില്ലാഹി തആല ഫീ കുല്ലി യൗമിൻ മിൻ ശഹ്രി റമളാന ഇൻദൽ ഇഫ്താരി ألف أفيق من النار كلهم قد استوجبوا العذاب. വിശുദ്ധ റമദാൻ നോമ്പ് തുറയുടെ സമയമായാൽ ഏതാനും സമയം കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ നോമ്പ് തുറക്കാനായി. വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർ അല്ലാഹുത്താൽ അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നീണ്ട 15 മണിക്കൂർ സമയമാണ് അവരുടെ നോമ്പ് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതും അത്യുഷ്ണ സമയത്ത് അല്ലാഹുത്താൽ അവർക്ക് ഈ വിശുദ്ധ റമദാൻ ആഫിയത്തോടുകൂടെ നല്ല റാഹത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഏതായാലും ഇഫ്താറിന്റെ സമയമാകുമ്പോൾ അല്ലാഹു തആലക്ക് 10 ലക്ഷം നരകമോചിതരുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ പറയുന്നത്. ഒന്നും രണ്ടുമല്ല, നരകമോചിതരുടെ കണക്കുകൾ വിവിധ ശൈലികളിൽ വിവിധ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശുഅബിൽ ഉദ്ധരിക്കുന്നത്. നോമ്പ് തുറയുടെ സമയം വളരെ ബഹുമാനപൂർവ്വമായി കൊണ്ടാടേണ്ട സമയമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റു സമയങ്ങളിൽ നമുക്ക് പറയാനുണ്ട്. നോമ്പ് തുറ ഒരു ലാഘവത്തോടു കൂടെ കാണേണ്ടതോ അതല്ലെങ്കിൽ നമ്മുടെ സന്തോഷം തീർക്കാൻ അടിച്ചു പിടിക്കാനുള്ള സമയമോ അല്ല. ആ സമയത്തിൽ അല്ലാഹു തആലക്ക് 10 ലക്ഷം നരകമോചിതരുണ്ടാകുമെന്നാണ് പറയുന്നത്. നിബിധങ്ങൾ ശക്തമായി പറഞ്ഞു, കുല്ലുഹും ഖദ് ഇസ്തൗജബുൽ അദാബ്, അവരെല്ലാവരും നരകത്തിന്റെ 100% യോഗ്യരായ ആളുകളാണ്, നരകത്തെ നിർബന്ധമാക്കിയ ആളുകളാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഫൈദാ കാന യൗമുൽ ജുമുഅത്തി വലൈലത്തുൽ ജുമുഅത്തി അഅതഖ ഫീ കുല്ലി സഅത്തിൻ അൽഫ അഫീഖ് മിനൻ നാർ. വെള്ളിയാഴ്ചയായാൽ വെള്ളിയാഴ്ച രാമാകട്ടെ പകലാകട്ടെ ആ ഓഫർ വളരെ ശക്തിയാർജിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം ഓരോ മണിക്കൂറുകളിലും 10 ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. അവരെല്ലാവരും ശിക്ഷയ്ക്ക് പാത്രീഭൂതരും നിർബന്ധമായി ശിക്ഷയ്ക്ക് ക്വാളിഫൈഡായി കാത്തിരിക്കുന്ന ആളുകളുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ നീണ്ട ഹദീസ് അങ്ങനെ മുന്നോട്ട് പോയി വിശുദ്ധ റമദാൻ ശരീഫിന്റെ ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പരാമർശിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലായിക്കത്തുകളുടെ അകമ്പടിയോടുകൂടെ ഭൂമിയിലേക്ക് വരുന്ന ആഗമനത്തിന്റെ സന്ദേശവാർത്തകളൊക്കെ പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലായിക്കത്തുകളും പരസ്പരം സംഭാഷണം ചെയ്യുന്ന കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് എന്ത് നേട്ടമാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, അവരിലേക്ക് അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നു.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നു, അവർക്ക് ദോഷം പുറത്തു കൊടുക്കുന്നു. 4 പേരൊഴികെ വിശുദ്ധ റമളാനിന്റെ പ്രഥമ ദിനത്തിൽ വിശുദ്ധ റമളാനിന്റെ ഓഫറുകളും ബഹുമാനങ്ങളും അതിൽ നിന്ന് കിട്ടാനുള്ള സന്തോഷകരമായ മുഹൂർത്തങ്ങളുമെല്ലാം പഠിക്കുന്ന സമയത്ത് എന്ത് ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും മുതാലിമീങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു തആല കാരുണ്യം വർഷിക്കും, അവൻ മാപ്പ് നൽകും. വിത്തൗട്ട് ചെയ്യപ്പെട്ടത് 4 വിഭാഗമാണ്. ആ 4 വിഭാഗത്തിൽ നമ്മൾ പെടുത്താതിരിക്കുമാറാകട്ടെ. ആ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഹദീസിന്റെ ശകലം മാത്രം ഞാനിവിടെ, നീണ്ട ഹദീസാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്ക് ചോദിക്കുന്നു, ആരെല്ലാമാണ് ആ 4 വിഭാഗം വിശുദ്ധ റമളാനിന്റെ നിർഭാഗ്യവാന്മാർ, അല്ലാഹു തആല മാപ്പ് കൊടുക്കാത്ത 4 കക്ഷികൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ സാധാരണ നാം പറയാറില്ല, ഓഫറുകളിൽ നിന്ന് തടയപ്പെടുന്ന 4 കക്ഷികളെ തന്നെയാണ് ഇവിടെയും എണ്ണുന്നത്. മുദ്മിനുൽ ഖംർ വഅഖുൽ വാലിദൈ വഖാതിഉർ റഹ്മ വമുശാഹിൻ, ഒന്ന് കള്ള് മോന്തുന്നവൻ, മറ്റൊന്ന് മാതാപിതാക്കളോട് കുരുത്തക്കേട് കാണിക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ എന്ന് ചുരുക്കം. നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും മൂലകളിൽ ചുറ്റിച്ചുളിഞ്ഞ ശരീരഭാഗങ്ങളുമായി ശാരീരികമായും മാനസികമായും ശേഷി കുറഞ്ഞ് നമ്മുടെ വീട്ടിൽ അവഗണനയോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഉമ്മയുണ്ടാകാം, അല്ലെങ്കിൽ ഉപ്പയുണ്ടാകാം. അവരെ നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടവരാണ്. ഇപ്പോൾ അവർ സമൂഹത്തിൽ അവഗണന ഏറ്റുവാങ്ങുന്നവരാണെങ്കിലും ഒരു കാലത്ത് നമ്മുടെ അസ്തിത്വത്തിന് അവർ കാരണമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അവർ ഏതുവായിരുന്നു. ഇന്ന് ഇപ്പോൾ അവർ അവഗണനയുടെ വക്കീലാണ്. പക്ഷേ അവർ അവഗണിക്കപ്പെടേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ള് മോന്തുന്നവരെ പറഞ്ഞതിന്റെ തൊട്ടുടനെ പറയുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. മൂന്നാമതായി ഈ വിശുദ്ധ റമളാനിന്റെ ഓഫർ തടയപ്പെടുന്ന കക്ഷി ഖാതിഉർ റഹം, കുടുംബബന്ധം മുറിക്കുന്ന ആൾ. 4-മതായി പറയുന്നത് മുശാഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഈ മുശാഹിനെ കുറിച്ച് ചോദ്യം വന്നതുകൊണ്ട് ഞാൻ അതിന് സ്വന്തമായി അർത്ഥം പറയുന്നില്ല. ഖീല യാ റസൂലല്ലാഹ് വമൻ മുശാഹിൻ, ആരാണ് 4-മത്തെ കക്ഷിയാകുന്ന മുശാഹിൻ എന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഹുവൽ മുസ്വാരിം യാനി അല്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക 3 അയ്യാമിൻ, തന്റെ സഹോദരനോട് 3 ദിവസത്തിലധികം തെറ്റി നിൽക്കുക. സഹോദരനോട് സംസാരിക്കേണ്ട അവസരമുണ്ടായിട്ടും സംസാരിക്കാതെ 3 ദിവസത്തിലധികം തെറ്റി നിൽക്കുന്ന കക്ഷി, ഇവൻ മുശാഹിനാണ്. അർഹമുർറാഹിമീനായ റബ്ബ് ഈ 4 വിഭാഗത്തിലും പെടുത്താതെ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പറയുന്നത്, വിശുദ്ധ റമളാൻ അത്രയും എത്രയോ വലിയ ഓഫറുകളുമായാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ഓഫറുകൾ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓഫറുകൾക്ക് ഒരു തടസ്സവും ഇല്ല. സൂര്യപ്രകാശം നാം കണ്ടിട്ടില്ലേ? സൂര്യന് നമ്മിലേക്ക് പ്രകാശം ചൊരിത്താൻ സൂര്യന് വല്ല തടസ്സവും ഉണ്ടോ? ഇല്ല. സൂര്യന്റെ പ്രകാശം നമ്മിലേക്ക് തട്ടുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് ഒരുപക്ഷെ നാം കെട്ടിയുണ്ടാക്കിയ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നാം കുഴിച്ചിട്ട വൃക്ഷത്തടിയായിരിക്കാം. നാം ഉണ്ടാക്കിയ തടസ്സം മതിൽക്കെട്ടുകൾ അല്ലാതെ സൂര്യപ്രകാശത്തിന് തടസ്സമായി ഒന്നുമില്ല. അപ്രകാരം അല്ലാഹു തആല ഈ വിശുദ്ധമായ കാരുണ്യത്തിന്റെ മാസത്തിൽ ചൊരിയുന്ന കാരുണ്യത്തിന് തടസ്സമായി ഒന്നുമില്ല. തടസ്സമായുള്ളതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തടസ്സങ്ങളാണ്. അർഹമുർറാഹിമീനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങൾ വല്ലതും ഉണ്ടോ ഇല്ലേ എന്ന ഒരു ആത്മപരിശോധനയാണ് വിശുദ്ധ റമളാനിന്റെ പ്രഥമ ദിനത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഈ പറയപ്പെട്ട 4 വിഭാഗത്തിൽ ഏതായാലും നാം പെട്ടുകൂടാ. മറ്റ് ചില ഹദീസുകളിൽ മറ്റ് ചില ആളുകളെ കൂടെ വിത്തൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ഹദീസുകളിലും വളരെ പ്രധാനമായും പറയപ്പെട്ടവർ ഈ 4 വിഭാഗമായതുകൊണ്ട് ഈ 4 വിഭാഗത്തെ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് എന്നോടും നമ്മോടും എല്ലാവരോടും ഞാൻ ഉപദേശിക്കുകയാണ്. എന്താണ് വിശുദ്ധ റമളാനിന് ഇത്ര കൂടുതൽ പ്രത്യേകത കിട്ടാനുള്ള കാരണം?
നാം ആരും അതിനെക്കുറിച്ച് തലപുണ്ണാക്കി ചിന്തിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിച്ചു തന്നു വിശുദ്ധ റമളാനിന്റെ സവിശേഷത എന്താണെന്ന്. എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? നമുക്കും പലപ്പോഴും കേട്ടതുപോലെ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധ റമളാൻ. റമളാൻ ഷരീഫിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിന്റെ ആചരണ സമയമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല കുറച്ച് ഭാഗം വിശുദ്ധ ഖുർആനെ കുറിച്ചൊന്ന് ചെറിയ നിലക്കൊന്ന് പരാമർശിച്ചു. ഹുദൽ ലിന്നാസി, അത് ജനങ്ങൾക്ക് വഴികാട്ടിയാൻ, ജനങ്ങൾക്ക് മാർഗദർശിയാൻ, വതിബിയാനും വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വ്യക്തമായ ഒരുപാട് വെളിച്ചങ്ങൾ അതിലുണ്ട്. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനങ്ങളും വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ വരും. അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രത്യേകമായ സീസൺ സമയം എന്നുള്ള നിലക്ക് ഈ മഹത്തായ മാസത്തിന് പ്രത്യേകതയുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഈ മഹത്തായ മാസത്തിനാണ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏടുകളെ ഇറക്കപ്പെട്ടത് എന്നും ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തതായി കാണാൻ കഴിയും. വിശുദ്ധ റമളാനിന്റെ പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് മാത്രമല്ല, മറ്റ് പല ഗ്രന്ഥങ്ങളും ഈ വിശുദ്ധമായ മാസത്തിൽ തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു റജബ് ഹംബലി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ അവരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിന് ഖുർആനിനെ പോലുള്ള ജനങ്ങളെ സംസ്കരിക്കാൻ ഉതകുന്ന വേദഗ്രന്ഥങ്ങൾ അല്ലാഹു തആല പ്രവാചകന്മാരുടെ സമൂഹത്തിന് നൽകുന്ന ഗ്രന്ഥങ്ങളുടെ വാർഷികാചരണ സമയം എന്നൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സമയം അത് മോശപ്പെട്ടതാവുകയില്ലല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകും. അതുകൊണ്ട് വിശുദ്ധ റമളാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അല്ലാഹു തആല തന്നെ വിശുദ്ധ റമളാനിനെ കുറിച്ച് വർണ്ണന പറയാൻ കൂടുതലൊന്നും ഉപയോഗിക്കാതെ അവിടുന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന ഒരു പ്രത്യേകത. ഇനി ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിന് ബഹുമാനമുണ്ട്. ഈ ബഹുമാനം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? അതും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്ക് അത്യുന്നതമായ പദവിയിൽ മാസങ്ങളുടെ ലീഡർഷിപ്പിൽ നിലകൊള്ളുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മാസം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഖദ് ജാഅക്കും ശഹ്റുൻ അലീം ശഹ്റുൻ മുബാറക്, ഖദ് അവല്ലക്കും ശഹ്റുൻ അലീം ശഹ്റുൻ മുബാറക്. അവീമായ മാസം, അത്യുത്തമമായ മഹോന്നതമായ അതിഗൗരവമേറിയ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ എന്തെല്ലാമോ വിശേഷണങ്ങൾ ഇനി അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ ഒറ്റവാക്കിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു വാക്കുകൾ ഇതിനപ്പുറം വേറെയില്ല. കരീം എന്ന് പോലും അല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ നാമങ്ങളെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ വളരെ പ്രധാനമായ സ്ഥാനത്ത് നിൽക്കുന്ന വിശേഷണമാണ് അലീം. ആ വിശേഷണം എടുത്തുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പൊന്നു മാസത്തെ വർണ്ണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിതാ അലീമായ മാസം വന്നിരിക്കുന്നു, അതിബഹുമാനമായ മാസം വന്നിരിക്കുന്നു. ഈ മാസത്തിന്റെ ബഹുമാനം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന പ്രത്യേകതയാണെന്ന് വിശുദ്ധ ഖുർആനും പറയുന്നു. അപ്പോൾ ഇത്രയും ബഹുമാനമുള്ള മാസത്തെ ആദരിക്കാൻ നാം എന്ത് ചെയ്യണം? അല്ലാഹു തആല ആഘോഷത്തിന്റെ വഴികൾ നമ്മിലേക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഇട്ടുതരാതെ അല്ലാഹു തആല തന്നെ ആഘോഷത്തിന്റെ അജണ്ട തയ്യാറാക്കി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്.
എന്താണ് ആഘോഷിക്കേണ്ടത്, എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, ഖുർആനിന്റെ വാർഷികാചരണ മാസം എങ്ങനെ കൊണ്ടാടണം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഈ മാസത്തിൽ ഫമൻ ശരിക്ക് ശ്രദ്ധിക്കണം. ഫമൻ അക്കാരണത്താൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന കാരണത്താൽ ആരെങ്കിലും വിശുദ്ധ റമളാൻ ശരീഫിൽ സാക്ഷിയായാൽ ആ മാസത്തിൽ ശാരീരികമായി മാനസികമായി വൈകല്യങ്ങളില്ലാതെ ആ മാസത്തിൽ സാക്ഷികൾ സന്നിഹിതരായാൽ ഫൽയസുംഹു, അവൻ ആ മാസത്തെ നോമ്പനുഷ്ഠിച്ചുകൊള്ളട്ടെ. മുസ്ലിമീങ്ങൾക്ക് നോമ്പുകൾ ഒരുപാട് എണ്ണപ്പെട്ടിട്ടുണ്ട്, ധാരാളം പ്രതിഫലങ്ങളുള്ള. 1 വർഷക്കാലം 2 വർഷക്കാലം ചെയ്തുപോയ ശരീരത്തോട് ചെയ്തുപോയ അക്രമങ്ങൾ, ക്രൂരതകൾ, അധർമ്മങ്ങൾ, ദുസ്വഭാവങ്ങൾ എല്ലാം ഇറക്കി വെക്കാനുള്ള അത്താണികളായി നോമ്പിനെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്, ശറആക്കിയിട്ടുണ്ട്. അറഫ നോമ്പും ആശൂറാവും താസുആവും തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹത്തിന്റെ നോമ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എത്ര വലിയ ഓഫറുകൾ അവകൾക്ക് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫർളായ നോമ്പ് എന്ന ബഹുമാനം അവകൾക്കൊന്നും കിട്ടിയില്ല. അല്ലാഹു തആല ഈ വിശുദ്ധമായ മാസത്തിൽ മാത്രമാണ് ഫൽയസുംഹു, കർശനമായും വിശുദ്ധ റമളാനിന്റെ നോമ്പ് അവൻ അനുഷ്ഠിച്ചുകൊള്ളട്ടെ. എന്താണ് കാരണം? വിശുദ്ധ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം, അവതരണ വാർഷികാചരണമാണ്. അതുകൊണ്ട് ബഹുമാന പുരസ്സരം ആ നോമ്പിനെ നിർബന്ധമായും അനുഷ്ഠിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫറളല്ലാഹു സിയാമഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല അതിന്റെ നോമ്പിനെ നിർബന്ധമാക്കി തന്നീലെ കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമളാനിന്റെ ബഹുമാനം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കേവലം ആ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പുണ്യം നേടാം എന്ന് പറഞ്ഞു നിർത്തിയില്ല. നിങ്ങൾക്ക് പുണ്യമല്ല, പുണ്യങ്ങളുടെ രാജാവായി തലപ്പത്ത് നിൽക്കുന്ന ഫർളുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സ്ഥാനം അല്ല. ഫർളായി കിട്ടിയതിന്റെ ബഹുമാനം ചില്ലറ ബഹുമാനമല്ല. ഫർളുകളുടെ പ്രതിഫലം ചില്ലറ പ്രതിഫലം അല്ല. നോമ്പുകൾ എത്രയോ ഉണ്ടെങ്കിലും 1 വർഷക്കാലത്തിൽ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോൽക്കാമെങ്കിലും പക്ഷേ അവകൾക്കൊന്നും നിർബന്ധത്തിന്റെ ഫലം കൊടുത്തില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർളല്ലാഹു ലക്കും ഫർളല്ലാഹു സിയാമഹു ലക്കും, നിങ്ങൾക്ക് ആ മാസത്തിന്റെ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കി തന്നു. അങ്ങനെയുള്ള പവിത്രമായ നോമ്പ്, സഹോദരന്മാരെ, നോമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെയും അറിയാം ഒരുപാട് ബഹുമാനമുള്ള കർമ്മമാണ് നോമ്പ്. അല്ലാഹു തആല ഖുർആനിന്റെ വാർഷിക ആചരണത്തിന് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി പലതും നമുക്ക് തെരഞ്ഞെടുത്ത് തരാമായിരുന്നു. ദിക്ർ ചൊല്ലിക്കോളി എന്ന് പറയാമായിരുന്നു, നിസ്കരിച്ചോളൂ എന്ന് പറയാമായിരുന്നു. ആ വിശുദ്ധ മാസത്തിന്റെ ആഘോഷ പരിപാടികളിൽ നിങ്ങൾക്ക് മറ്റ് പലതും ഉൾപ്പെടുത്താമെന്ന് പറയാമായിരുന്നു. പക്ഷേ അല്ലാഹു പറഞ്ഞത് ഫൽയസുംഹു, നിങ്ങൾ അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ. നോമ്പിനെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ് കാരണം? നോമ്പിന്റെ കാരണങ്ങൾ എണ്ണുമ്പോൾ, നോമ്പിന്റെ പവറുകളും നോമ്പിന്റെ ബഹുമാനങ്ങളും നോമ്പിന്റെ ഓഫറുകളും പറയുമ്പോൾ ചില്ലറയല്ല, ഒരുപാട് പറയാനുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ചില്ലറ കാര്യങ്ങൾ, ചില്ലറ ഹദീസുകൾ ആ വിഷയത്തിൽ ഞാൻ സാന്ദർഭികമായി വരുന്നു. നരകത്തിൽ നിന്ന് മനുഷ്യനെ മോക്ഷപ്പെടുത്താൻ പറ്റിയ ആരാധനകളിൽ നോമ്പോളം കഴിവുള്ള ഒരു ആരാധന മറ്റൊന്നില്ല. മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ, ഇമാം നസായി അടക്കമുള്ള ഉത്തമരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇത് റമദാനിന്റെ ഫർളായ നോമ്പിനെ കുറിച്ചല്ല, കേവലം ഒരു സുന്നത്തായ നോമ്പിന് പോലും അല്ലാഹു വെച്ചിട്ടുള്ള ബഹുമാനമാണ് പറയുന്നത്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നത് പോലെയുള്ള നിരാഹാര വ്രതത്തെക്കുറിച്ചല്ല പറയുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ പിണങ്ങിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കറി ശരിയാകാത്തതിന്റെ പേരിൽ പിണങ്ങി ഭക്ഷണം കഴിക്കാത്ത നോമ്പല്ല പറയുന്നത്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ വഴിയിൽ ഒരു ദിനം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു. ശരിക്ക് ശ്രദ്ധിക്കണേ, നബി തങ്ങൾ പറയുന്നത് ഒരു മാസം എന്നല്ല, ഒരാഴ്ച എന്നല്ല, ഒരു വൺ ഡേ, ഒരു ഏകദിന നോമ്പ് ഒരു മനുഷ്യൻ അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖലീഫാ. നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു തആല 70 സംവത്സരക്കാലം ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം അവനെ അല്ലാഹു തആല വിദൂരമാക്കിക്കളയും. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? ഒരു ദിവസമെങ്ങാനും എത്രയേ വേണ്ടൂ, കൂടുതലൊന്നും വേണ്ട, ഒരു ഇഖ്ലാസിനെ തെരപ്പെടുത്തിയെടുക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഒരു ദിവസം നോമ്പ് നോൽക്കുക. നരകത്തിൽ നിന്ന് 70 സംവത്സരക്കാലം ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലുള്ള ദൂരം അല്ലാഹു തആല അവനെ തെന്നിമാറ്റിക്കളയും, ദൂരത്താക്കിക്കളയുമെന്നാണ് ഹദീസ്. ഇത് വിവിധ ശൈലികളിൽ ഹദീസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു കാക്ക അത് കുഞ്ഞാകുന്ന സമയത്ത് പറക്കാൻ തുടങ്ങി. കാക്കയുടെ ഉദാഹരണ നിബിധങ്ങൾ എടുത്തത് മഹാന്മാര് പറയുന്നതായി കാണാൻ കഴിയും. കാക്ക എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സുള്ള ജീവിയാണ്, നീണ്ട വർഷങ്ങൾ ജീവിക്കുന്ന ജീവിയാണ് കാക്ക. ആ കാക്ക അതിന്റെ കുഞ്ഞാകുന്ന സമയത്ത് പറക്കാൻ തുടങ്ങി. അതിന് സ്വാഭാവികമായ മരണം വന്നപ്പോൾ അപകടങ്ങളിൽ കുടുങ്ങാതെ ദീർഘായുസ്സുള്ള ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് പരമാവധി ആയുസ് കിട്ടി. ആ കിട്ടുന്നത് വരെ അത് പറക്കുകയാണ്. പറന്ന് 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 അവസാനം വാർദ്ധക്യ സഹജമായി അത് മരണപ്പെടുമ്പോൾ, ആ കാക്ക ചത്തുപോകുമ്പോൾ എത്ര ദൂരത്തേക്ക് ഈ കാക്ക പറന്നിട്ടുണ്ടാകുമോ, കുഞ്ഞാകുന്ന സമയം മുതൽ നിർക്കാതെ പറക്കുകയാണ്, മരണം വരെ പറക്കുകയാണ്. ദീർഘായുസ്സുള്ള ജീവിയും ആണ് എങ്കിൽ എത്ര ദൂരം അത് പറഞ്ഞിട്ടുണ്ടാകും. ഇത്രയും ദൂരം അകലെ ഒരു സുന്നത്ത് നോമ്പ് വരപ്പോഴും സമ്മത്ത മനുഷ്യന് അല്ലാഹു തആല നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരുപാട് ആ വിഷയത്തിൽ 100 കൊല്ലം വൈദൂരത്തിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞ ഹദീസൊക്കെ ഉണ്ട്. ഞാൻ ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് ഏറ്റവും വളരെ കൂടുതൽ നമുക്ക് ഇതിനേക്കാൾ കുറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും 70 സംവത്സരക്കാലത്തിന്റെ വഴിദൂരം നരകത്തിൽ നിന്ന് അവനെ അകറ്റുമെന്നാണ് ഹദീസ്. മാത്രമല്ല, നോക്കൂ, നിങ്ങളെ മഹാനായ സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഒരു സുന്നത്ത് നോമ്പ് കേവലം സുന്നത്ത് നോമ്പ് മാത്രം മനുഷ്യൻ മൻ സാമ യൗമൻ മുതതവ്വിഅ ലം യത്തലി അലൈഹി അഹദുക്കും. സുബ്ഹാനല്ലാഹ്. ഒരാൾക്കും നോമ്പിനെ പ്രദർശിപ്പിക്കാതെ സ്വകാര്യതയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ നോറ്റാൽ ലം യർളല്ലാഹു ലഹു ബിസവാബിൻ ദൂനൽ ജന്ന, അവന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലം കൊടുക്കാൻ അള്ളാഹു താല്പര്യപ്പെടുന്നില്ല. അവൻ എന്താ കൊടുക്കുക? ഇവിടുന്ന് ഒന്ന് കൊടുത്താലും മതിയാവില്ല എന്നാ പറയുന്നത്. ദുന്യാവ് മുഴുവനും കൊടുത്താലും മതിയാവില്ല, സ്വർഗമല്ലാതെ വേറൊന്നും കൊടുക്കാനില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നോക്കി നിങ്ങള്, ഞാൻ ഈ സുന്നത്ത് നോമ്പ് എന്ന് പറയുന്നത് ഫർളായ നോമ്പിനെ, ഈ സുന്നത്ത് നോമ്പ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും പവറുണ്ടെങ്കിൽ ആ നോമ്പാണ് വിശുദ്ധ റമളാനിൽ ഫർളായി തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പിന്റെ വാല്യൂ, അതിന്റെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അത് മനസ്സിലാക്കുമ്പോഴേ ഇത്രയും വിലപ്പെട്ട അമൂല്യമായ ഒരു സമ്പത്തിനെ എന്തെങ്കിലും ചില ദുഷ്ടലാക്കോടുകൂടെ കളഞ്ഞു കുളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ചെറിയ വിവേകം നമുക്ക് എത്തുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നോമ്പിനെ നശിപ്പിച്ചു കളയുന്ന മാരകമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരാമുഖം ആവശ്യമാണ് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഹദീസുകൾ നോമ്പുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഓതുന്നത്. അല്ലാഹു തആല അനുസരണയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് പെടുത്തുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, പ്രതിഫലത്തിന് അളവില്ലാത്ത ഇത്രയും അതുല്യമായ ഒരു ഇബാദത്ത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ പലപ്പോഴും? കുല്ലു അമലി ബിനി ആദമ യുവാഫുൽ ഹസന ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളൈഫിൻ ഇലാ മാ ശാ അല്ലാഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങള് സുബ്ഹാനല്ലാഹ്
മിനിമമായി അതിന് 10 ഇരട്ടി വരെ പ്രതിഫലം കിട്ടും. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആലയുടെ കാരുണ്യം എത്രയാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു പോയി, പക്ഷേ തെറ്റ് ചെയ്തില്ല, കുറ്റമില്ല. എന്നാൽ നന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ കരുതി, പക്ഷേ നന്മ ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല, അവന് കൂലിയുണ്ട്. അല്ലാഹു എത്ര വലിയ കാരുണ്യവാനാണ്. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. എല്ലാവരും മുന്നോട്ടും പറ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. നന്മ ചെയ്യാൻ കരുതി, പക്ഷേ ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല, അവന് കൂലിയുണ്ട്. ഇനി നന്മ ചെയ്യാൻ കരുതിയതോടൊപ്പം അത് ചെയ്യാനുള്ള ചാൻസ് കൂടെ കിട്ടിയാൽ, അവനത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവന്നാൽ മിനിമമായി അവന്റെ കൂലി അതിന്റെ 10 ഇരട്ടി കൂലിയാണ്. ഏറ്റവും മിനിമമാണ് നിബിധങ്ങൾ പറയുന്നത് 10 ഇരട്ടി കൂലിയാണ്. 10 ഇരട്ടിയിൽ നിന്ന് തുടങ്ങിയിട്ട് 700 ഇരട്ടി എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങൾ നിൽക്കുന്നില്ല. ഇലാ മാഷാ അല്ലാഹ്. പിന്നെയും പോവാം. അള്ളാഹു ഉദ്ദേശിച്ചത് എത്രയാണോ അത്രയങ്ങോട്ട് പടി കടന്നു പോവാം. അതിന് മഹാന്മാർ പറയുന്നത് എങ്ങനെയാണ്? ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലികൾ ഇങ്ങനെ ഇരട്ടി, പലവർക്കും പല രൂപത്തിൽ, ചിലർക്ക് 40 ഇരട്ടി, ചിലർക്ക് 50 ഇരട്ടി, ഇങ്ങനെ പല തരത്തിൽ ഇങ്ങനെ വരുന്നത് എന്ന് ചർച്ച ചെയ്ത സ്ഥലത്ത് കാണാൻ കഴിയും. അത് അവന്റെ നിയ്യത്തും ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള അദബുകളും മര്യാദകളും സുന്നത്തുകളും അത് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതിനെ പരമാവധി പാലിക്കുകയും ചെയ്ത് ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പോയിന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇവന് ടിക്ക് ചെയ്ത് എന്തെല്ലാം നേട്ടങ്ങൾ, അദബുകൾ, മര്യാദകൾ, നിയ്യത്തുകൾ അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് ഇവന്റെ ഫലങ്ങളും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഹദീസിൽ ഇപ്പൊ പറഞ്ഞതെന്താണ്? ഏതൊരു സൽക്കർമ്മം ഒരു മനുഷ്യൻ ചെയ്താലും അത് ഇരട്ടിച്ചിങ്ങനെ കൊണ്ടുപോകും. അതിന് ഇത്ര ഇരട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരട്ടികളായി കൊണ്ടുപോകും. അത് 700 ഇരട്ടിയിൽ നിൽക്കുന്നില്ല, 7000 ഇരട്ടി ചിലപ്പോഴുണ്ടാകും. ഇങ്ങനെ ഇരട്ടിയായി പോകും. പക്ഷേ ഖാലല്ലാഹു അസ്സ വജല്ല ഇല്ല സൗം. സുബ്ഹാനല്ലാഹ്, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അത്രമാത്രം അല്ലാഹു തആല കൂലി ഇങ്ങനെ വാരി വിതറുകയാണ്. നോക്കി നിങ്ങള്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ചുരുക്കം ഏറ്റവും ചുരുങ്ങിയത് 30 30 നന്മയുടെ ഫലമാണ്. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ 700 ഇരട്ടി കൊണ്ട് പെരുക്കിയാലോ 30,000 ഒരു അലിഫ് ലാം മീമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു 5 സെക്കൻഡ് സമയം പോലും ആയിട്ടില്ല. ആ ഒരു ചെറിയ സമയം കൊണ്ട് 30,000 ഹസനത്ത്. ഇനി ആ ഹദീസിൽ നിന്ന് ഇലാ മാഷാ അല്ലാഹ് അവിടെയും നിൽക്കുന്നില്ല, പിന്നെയും കൂടുകയാണ്. ഇങ്ങനെ കൂടിപ്പോകുന്ന സൽക്കർമ്മങ്ങൾ ചിന്തിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾക്ക് തന്നെ കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം ഒരുപാട് കൊടുമുടി കണക്കെ ഉയർന്നതാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു ഇല്ല സൗം. ഈ രൂപത്തിലുള്ള ഇരട്ടിയായി പോകുന്ന ഫലങ്ങളുടെ കൂട്ടത്തിലും നോമ്പിനെ പെടുത്താൻ വയ്യ. നോമ്പിനെ അതിൽ നിന്നും വിത്തൗട്ട് ചെയ്യാണ്. നോമ്പിന് അത്രയും പറഞ്ഞാൽ പോരാണ്, ഇവിടെ നിൽക്കാൻ വയ്യ, ഇനിയും പോണം നോമ്പ്. നോമ്പ് അവിടെ നിൽക്കണില്ല എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും എന്താ പറച്ചോനെ അങ്ങനെ നോമ്പിന് അതിന് മാത്രമുള്ളത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അതിന് അല്ലാഹു തആല ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് മറുപടി പറയാം. കാരണം അത് എന്റേതാണ്. മറ്റുള്ളവർക്ക് പിന്നെ ആർക്കുള്ളതാണ്? അതിന് മഹാന്മാർ ഒരുപാട് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട് വഅന അജ്സീബി യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി. അത് എന്റേതാണെന്നുള്ളതിന് ഒരു വ്യാഖ്യാനം അവിടെ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞതിന്റെ വ്യാഖ്യാനം എത്രയോ വിപുലമാണ്. നമ്മളാരും കരുതിയതുപോലെയല്ല.
നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, ആർക്കും അറിയാൻ കഴിയുന്നില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ചിന്തിക്കുമ്പോൾ പ്രവർത്തനങ്ങളല്ല അതിലുള്ളത്, ഏതാനും മനസ്സിന്റെ ഉള്ളിലുള്ള കരുത്തുകളും ചില സ്വബറുകളും ചില ക്ഷമകളുമാണ്, ഉള്ളിലൊതുക്കിക്കൊണ്ട് കഴിയുന്ന സ്വഭാവമാണ്. ഒരു ഭർത്താവ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ വിഷമം ചിലപ്പോൾ പുറത്തു കാണില്ല. ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ടിൽ അമർന്നുകൊണ്ട് പുറത്തേക്ക് വിഷമം പ്രകടിപ്പിക്കാതെ ഉള്ളിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വിഷമങ്ങളെല്ലാം ഒതുക്കി കഴിയുന്ന ഭാര്യമാരുണ്ടാകാം. ആ ഭാര്യമാരുടെ വിഷമം ആ വീട്ടിലുള്ള മക്കൾ അറിഞ്ഞില്ല, അമ്മായിമ്മ അറിഞ്ഞില്ല, സ്വന്തം ഉമ്മ അറിഞ്ഞില്ല, ആ പെണ്ണിന്റെ അനുജത്തിമാരറിഞ്ഞില്ല, ജ്യേഷ്ഠത്തിമാരറിഞ്ഞില്ല, ആരാരും അറിഞ്ഞില്ല. അത് സ്വകാര്യമാണ്. ചിലപ്പോൾ അവളുടെ ശക്തമായ ദുഃഖവും വിഷമവും ടെൻഷനും കാരണം ശരീരം മെലിയുന്നുണ്ടെങ്കിൽ ആ മെലിയുന്നത് മാത്രം പുറത്തറിയും. എന്താ കാരണം? ആ പെണ്ണ് ചെയ്യുന്നത് ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ഒരു വലിയ ടെൻഷനാണ്, ക്ഷമയാണ്. എന്നാൽ നോമ്പുകാരൊന്നും ബാഹ്യമായി ഒന്നും ചെയ്യാനില്ല. നിസ്കരിക്കുന്നവന് ബാഹ്യമായി പലതും ചെയ്യാനുണ്ട്, നിൽക്കാനുണ്ട്, കുനിയാനുണ്ട്, നിൽക്കാനുണ്ട്, കുനിയാനുണ്ട്, ചെല്ലാനുണ്ട്, പറയാനുണ്ട്, ഇരിക്കാനുണ്ട്, അല്ലേ, പലതും ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്, നോമ്പുകാരന് സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നോമ്പിന്റെ ഫർളുകൾ എല്ലാവർക്കും അറിയാം, അല്ലേ? നിയ്യത്ത് വെച്ചുകൊണ്ട് ഇംസാക്ക് ചെയ്താൽ നോമ്പായി, അല്ലേ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കാണാനില്ല, മനസ്സിന്റെ ഉള്ളിലുള്ളതാ. ഇംസാക്ക് എന്ന് പറഞ്ഞാലോ ഇംസാക്കനെ ചെയ്യലല്ലോ, വിട്ടു നിൽക്കുക, പിടിച്ചു നിൽക്കാന്നാ. ഭക്ഷണം കഴിക്കണില്ല, അപ്പോ ഒന്നും ഇതും ആരാരും അറിയാതെ ചെയ്യാൻ പറ്റുന്ന നല്ല കർമ്മ. ഇതാരും അറിയില്ല, നമ്മളെ അറിയിക്കണ നോക്കണ്ട. നമ്മളൊക്കെ ഒരു സുന്നത്ത് മുമ്പേൽക്കാണെങ്കിൽ നാട് മുഴുവൻ അറിയും. അങ്ങനെ പാത്രം വെട്ടിക്കയറ്റ് സൂട്ട് കേസൊക്കെ ഇട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വലിയ നോമ്പാരനാണ്. ഇതാണ് ഒരു കുട്ടി പണ്ടൊരു വലിയ മഹാൻ നോമ്പ് നോറ്റ ചരിത്രം പല കിതാബുകളിലും പറയുന്നുണ്ട്. എങ്ങനെ നോമ്പ് നിൽക്കുന്നത്? അദ്ദേഹം അങ്ങാടിയിൽ കച്ചവടത്തിന് പോവാ, ബിസിനസ്സുകാരനാ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയുന്ന 2 പത്തിയുമാവും, ചപ്പാത്തി, 10 രൂപ ചപ്പാത്തി എന്തായാലും കുഴപ്പമില്ല. അത് വാങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് പോകും. വഴിയിലേതെങ്കിലും മിസ്കിന്മാരെ കണ്ടാല് ഈ ചപ്പാത്തി അങ്ങോട്ട് കൊടുക്കും. കടയിൽ പോകും. കടയിലിരുന്ന് വൈകുന്നേരമായി നോമ്പ് വെക്കുന്ന സമയമൊക്കെ കഴിഞ്ഞാൽ മൂപ്പര് വീട്ടിലേക്ക് വരും. വീട്ടുകാരുടെ ദൃഷ്ടിയാ ഇയാള് കടയിൽ നിന്ന് കഴിക്കാനുള്ള ചപ്പാത്തി കഴിച്ചാണ് പോയത്. ആ വീട്ടുകാരന്റെ ലിസ്റ്റിൽ ഇയാൾ നോമ്പുകാരനല്ല. കടയിൽ മൂപ്പര് രാവിലെ വീട്ടിൽ നിന്ന് വരില്ലേ, വീട്ടിൽ നിന്ന് ഇങ്ങനെ നാസ്തൊക്കെ കഴിച്ചിട്ട് വരും. കടക്കാരുടെ ഇടയിലും അങ്ങാടിയിലുള്ള ആളുകളുടെ ഇടയിലും ഇയാൾ നോമ്പുകാരനല്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നതായിരിക്കും. വീട്ടുകാരുടെ ദൃഷ്ടിയിലോ ഇയാൾ ചപ്പാത്തിയും കൊണ്ടുപോയതല്ലേ, കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ അയാൾ നോമ്പുകാരനാണ്. ഇയാൾക്ക് വേറെ ഭക്ഷണമില്ല, നീണ്ട കാലം നോമ്പുകാരനാണ്. സുബ്ഹാനല്ലാഹ്, നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതൊരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മോമിനീങ്ങളെ ഒരു കാര്യവും കൂടെ ഞാൻ ചേർത്ത് പറയാം. നോമ്പിന് കിട്ടുന്ന ബഹുമാനം അത് രഹസ്യത്തിന്റെ കലവറയാണെന്ന ബഹുമാനമാണെങ്കിൽ, അതിന്റെ പേരിലാണ് ഇതിന് ഇത്രയും വലിയ ഓഫറെങ്കിൽ, അല്ലാഹു തആല തന്നെ നേരിട്ട് പ്രതിഫലം ഏറ്റെടുക്കുന്ന ബഹുമാനമുള്ളതെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം. സ്വകാര്യമായുള്ള ചില കളികൾ അല്ലാഹുവുമായി നടത്താം. ഒരുപക്ഷെ നോമ്പിനെ പോലെ കിട്ടിയാലോ? സ്വകാര്യമായിട്ടുള്ള അല്ലാഹുവും അടിമയും തമ്മിൽ ചില സ്വകാര്യ കളികൾ, ആരും അറിയാത്ത ചില കളികൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു വിവരം കിട്ടി, ഒരാളെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടി. അത് നാട് നീളെ പറയാനുള്ള നല്ല ചാൻസ് കിട്ടി. അയാളെ 4 ആളുകളുടെ മുമ്പിൽ അയാളെ വഷളാക്കിയാൽ വലിയ രസമാണ് എനിക്ക്, കാരണം എന്റെ ശത്രു കൂടിയാണ്. അങ്ങനത്തെ ഒരാളെക്കുറിച്ചുള്ള ഒരു രഹസ്യ വിവരം എനിക്ക് കിട്ടി. ഞാൻ അത് ഒരു മഖ്ലൂക്കിനോട് ഒരാളോടും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പറയാതിരുന്നത് വേണ്ട, പടച്ചോനെ, ഞാൻ നിന്റെ ഒരു അടിമയെ ഞാൻ അവഹേളിക്കുന്നില്ല.
ഒരാളോട് പറയാൻ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്, അയാൾ ഇതേ ചർച്ച എടുത്തിരുന്നുണ്ട്, ഞാൻ അവിടുന്ന് ഊരിക്കളഞ്ഞു, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. എന്താ സംഭവം? ഞാൻ അള്ളാഹുമായി ഒരു സ്വകാര്യ, ഞാൻ അള്ളി മാത്രമേ അറിയുള്ളൂ, അതൊരു ഇബാദത്താ. എന്താ? എന്റെ അപരനായ സഹോദരനെ കുറിച്ച് അവഹേളനം നടത്താൻ, അവന്റെ അഭിമാനം പറിച്ചു ചീന്താനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാനത് പറയുന്നില്ല. ഉദാഹരണമായിട്ട് ഒരു മാന്യനായ ഒരു സഹോദരൻ, ഒരു ഉദാഹരണം പറയാം, അയാൾ രണ്ടാമത്തൊരു കല്യാണം കഴിച്ചു, എനിക്ക് ആ വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞ 4 ആൾക്കാരുടെ നല്ല മാർക്കറ്റ് കിട്ടും, നല്ല സംഭവമാണ്, ഒരു അപൂർവമായ സംഭവം. കാരണം അത്രയും മാന്യനായ മനുഷ്യനായ കുട്ടികള് അയാളൊരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ വിവാഹം കഴിച്ച സംഗതിയാണ്. ഇത് പറഞ്ഞാൽ നല്ല ആ വാർത്ത പറഞ്ഞ ആള് എന്നുള്ള ക്രെഡിറ്റ് ചില്ലറ ക്രെഡിറ്റ് അല്ല തന്നെ. എന്നെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഈ വാർത്ത ഈ പറയുന്ന ന്യൂസുകളുടെ മേലേക്ക് ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ ഇയാള് അപ്പൊ അനുസരിച്ച് ഇങ്ങനെ പൊന്നുന്നുണ്ടാവും. കാരണം എന്താ? ഇത്രയും നല്ല വാർത്ത, ഇവരൊക്കെ ആശ്ചര്യപ്പെടുത്തിയ വാർത്ത പറഞ്ഞ ആളെന്നുള്ളൊരു ബഹുമാനം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും, അതൊരു വലിയ ബഹുമാനം. അപ്പൊ അതിനുവേണ്ടി ഒരാളെ അവഹേളിക്കാനുള്ള ചാൻസ് കിട്ടുന്നു. പക്ഷേ ഞാൻ പറയുന്നില്ല, ഞാനത് സ്വകാര്യമാക്കി വെക്കുന്നു. റബ്ബും ഞാനുമായുള്ളൊരു സ്വകാര്യ ഇബാദത്താണത്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിൽ പ്രാക്ടീസാക്കാൻ പറ്റിയ ഒരു സ്വകാര്യമായ ഇബാദത്ത് പിടിച്ചോ. നമ്മളെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ ദിക്റല്ലാണ്. എന്താ ദിക്റല്ലുണ്ടെന്ന് ഉസ്താദ് എന്ന് ചോദിക്കാം. എന്ത് സുന്നത്തസ്കാരം പുതിയത് റമദാനിലുള്ളത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ റമദാനിലുള്ള പുണ്യകരമായ ഇബാദത്തൊക്കെ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിൽ പലതും ഇങ്ങനത്തെ പലതും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം ഭാഗ്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആരാധനയായതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇരട്ടി 30,000 30,000 40,000 50,000 1,00,000 2,00,000 ഒക്കെ ഒരേ സമയം കൊണ്ട് 5 നിമിഷം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന പൊന്നുപോലെയുള്ള ആരാധനകളുണ്ട്. പക്ഷേ അവകളുടെ ലഗനത്തിൽ പോലും നോമ്പിനെ തീർത്താൻ വയ്യ. നോമ്പ് എന്റെയാണ്, അത് എനിക്കുള്ളതാണ്, ഞാനെന്നെ പ്രതിഫലം കൊടുക്കും. നിങ്ങളാരും കമ്പ്യൂട്ടറിൽ വെച്ച് കാൽക്കുലേറ്ററിൽ വെച്ചുകൊണ്ട് അതിന്റെ കണക്ക് കൂട്ടണ്ട, അതിനെ 700 ഇരട്ടി കൊണ്ട് പെരുക്കണ്ട, അതിനെ 1000 കൊണ്ട് നിങ്ങൾ ഗുണിക്കണ്ട, അത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. സുബ്ഹാനല്ലാഹ്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഈ വിശുദ്ധ നോമ്പിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമത്തി ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നിശ്ചയമായും സ്വർഗത്തിൽ ഒരു ഗേറ്റ്, ഒരു സ്പെഷ്യൽ ഗേറ്റ് റയ്യാൻ എന്ന് പറയുന്ന ഗേറ്റ്. ആ ഗേറ്റിലൂടെ ഖിയാമത്ത് നാളിൽ ഒരു യൂണിയൻ മാത്രമാണ് കടന്നു പോകുന്നത്. ഏത് യൂണിയനാണ്? സൗമ യൂണിയൻ, നോമ്പ് യൂണിയൻ. നോമ്പിൻ സംഘം അതിലൂടെ കടന്നു പോകുന്നു. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാത്ത ഒരാളും ആ ഗേറ്റിലൂടെ കടന്നു പോകില്ല. മനസ്സിലായില്ലേ? യുഖാലു ലഹു അയ്ന സ്വായിമൂൻ. നോമ്പുകാരെവിടെ എന്നാണ് ചോദ്യം. ആ സമയത്ത് നോമ്പുകാരെ എഴുന്നേൽക്കുന്നു. യദ്ഖുലൂന, അവരാ ഗേറ്റിലൂടെ കടന്നു പോകുന്നു. അത് എന്തൊരു റെസ്പെക്റ്റാണ്, എന്തൊരു ബഹുമാനമാണ് അല്ലേ? മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് സ്പെഷ്യലായി 2-3 കസാര വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ചാൽ, പീഠം വെച്ചാൽ, അതിനു മുകളിൽ കയറി നിന്നുകൊണ്ട് ചുറ്റുപാടും നോക്കിയൊന്ന് ചിരിച്ചാൽ എന്ത് രസമാണ്. എന്നാൽ സഹോദരന്മാരെ, ജനകോടികൾ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, രാജ്യം ഭരിച്ചവരുണ്ട്, എല്ലാ മഹാന്മാരുമുണ്ട്, കോടീശ്വരന്മാരുണ്ട്, സമൂഹത്തിൽ ഞെളിഞ്ഞു നടന്നവരുണ്ട്. ജനകോടികളാണ്.
ആ കോടികളായ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പറ്റം ആളുകളതാ ഒരു റെസ്പെക്റ്റായ ഗേറ്റിലൂടെ, ബഹുമാനത്തിന്റെ ഗേറ്റിലൂടെ അഭിമാനപൂർവ്വം ചിരിച്ചുല്ലസിച്ചുകൊണ്ട് കടന്നു പോകുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അത് നോമ്പുകാർക്കുള്ള സ്പെഷ്യൽ ഗേറ്റാണ്. അവർ മുഴുവനും അതിലൂടെ കടന്നു പോയാൽ അല്ലാഹു തആല ഏതായാലും വലിയ ചെലവോടുകൂടെ ഉണ്ടാക്കിയ ഗേറ്റല്ലേ, ഏതായാലും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി വേറുള്ളവരും കൂടി കടന്നോട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ഫ്ലക്സ് അടിച്ചാൽ സമ്മേളനത്തിന്റെ ഫ്ലക്സ് കഴിഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഫ്ലക്സ് എടുത്തിട്ട് സെപ്പറേ ഒക്കെ ആക്കുമല്ലോ. ഇത് അതുപോലൊന്നില്ല. ആ നോമ്പിന്റെ യൂണിയൻ കടന്നുപോയാൽ പിന്നീട് ആ ഗേറ്റിനെ അടക്കപ്പെടുകയാണ്. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, ഒരാളും പിന്നീട് ആ ഗേറ്റിലൂടെ കടന്നുപോകില്ല. നോമ്പിന്റെ യൂണിയൻ സ്വായിമീൻ എന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകളാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സ്വായിമീന വസ്വായിമാത്ത്, നോമ്പ് നോൽക്കുന്നവരും നോമ്പ് നോൽക്കുന്ന പെണ്ണുങ്ങളും, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാരും നോമ്പ് നോൽക്കുന്ന പെണ്ണുങ്ങളും. ഇടയ്ക്കൊക്കെ റമളാൻ മാസം കൊണ്ട് മാത്രം പുഷിക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ അല്ലാഹുവിനോട് അമർന്നിരുന്ന് ദുആ ചെയ്തോ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം പടച്ചവനെ ഒരു സുന്നത്ത് നോമ്പെങ്കിലും, ആഴ്ചയിൽ ഒരു സുന്നത്ത് നോമ്പെങ്കിലും പതിവായി നിർവഹിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണമേ. തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ചിലപ്പോ ഇൻട്രസ്റ്റ് മൂക്കും. നമ്മൾ പറയും ഞാൻ വേണം തിങ്കൾ മാത്രമാക്കണം ശ്രദ്ധ, തിങ്കളും വേണം. പിന്നെ ഏതാള് അയ്യാമതിയുള്ളൂ, ആ ശരി അതും കിടക്കട്ടെ, ഞാൻ എല്ലാം നോൽക്കാണ്. അത് ആരംഭ ചൂടുകളോട് നിന്നുപോകും. അതുകൊണ്ട് തൽക്കാലം ഒരു നോമ്പ് എന്നുള്ള കണക്കാക്കിയിട്ട് ഒരു തിങ്കളാഴ്ച നോമ്പ് നോൽക്ക്. അത് വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോമ്പും കൂടി തിരക്കിടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വ്യാഴാഴ്ച നോക്ക്. അങ്ങനെ പടിപടിയായി മുന്നോട്ട് പോകാം. ഒറ്റയടിക്കെല്ലാം വെട്ടുമണിഞ്ഞാല് ആള് നിലത്താവും, ഒന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വർഗത്തിൽ സ്പെഷ്യലായ കവാടമതാ നോമ്പുകാരന്. മാത്രമല്ല നോമ്പുകാരൻ അതാ സ്മരിച്ചു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫിൽ കൊണ്ടുവന്ന ഹദീസാണ്, മർഫൂആയ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, യഖ്റുജു സ്സായിമൂന മിൻ ഖുബൂരിഹിം യുറഫൂന ബിറിഹി സിയാമിഹിം അഫ്വാഹുഹും അത്യബ മിൻ ബിറിഹി മിസ്കീൻ. നോമ്പുകാർ ഖബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന രംഗമാണ് ഹദീസിൽ പറയുന്നത്. പടച്ചോനെ, ഞങ്ങളുടെ ഖബറിനെ നീ സ്വർഗപൂങ്കാവനമാക്കി തരണേ റബ്ബേ. ഖബറിൽ ഇങ്ങനെ പുരാപ്പണാരായി കഴിഞ്ഞുകൂടുന്ന, മണിയറയിലായി കഴിഞ്ഞുകൂടുന്ന എത്രയോ ഭാഗ്യശാലികളുണ്ട്. അർഹമുർ റഹീമീന റബ്ബേ, കൊതിയല്ല അല്ലാഹ്, നിന്റെ റജായിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇറക്കുകയാണ്. നീ ഇറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സമ്മാനിച്ച മാസമാണ്. ഞങ്ങളുടെ ഖബറിനെ മണിയറയാക്കി തരണം റബ്ബേ, ജയിലറയാക്കരുത് റബ്ബേ. സ്വാലിഹീങ്ങളെ ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. യൂറഫൂന ബിറിഹി സ്വയാമിയും, അവർക്ക് ചെറിയ ഐഡന്റിറ്റി ഉണ്ട്. അവരെ ഖബറിൽ നിന്ന് അറിയപ്പെടുന്ന ഐഡന്റിറ്റി എന്താണ്? ബിറിഹി സിയാമിയും, അവരുടെ നോമ്പിന്റെ സുഗന്ധമതാ അടിച്ചു വീശുന്നു. അഫ്വാഹുഹും അത്യബു മിൻ ബിറിഹിൽ മിസ്കീ, അവരുടെ വായക്കലത്തിൽ നിന്നൊരു മണം വരുന്നുണ്ട്. അത് കസ്തൂരിയുടെ മണത്തേക്കാൾ സുഗന്ധമേറിയതാണ്. എന്താ പതൊക്കെ? ഖബറിൽ നിന്ന് സ്വായിമീങ്ങൾ പുറപ്പെടുന്ന രംഗം കസ്തൂരിയുടെ മണത്തേക്കാൾ സുഗന്ധമേറിയതായ മണവുമായി, അങ്ങനെയുള്ള വായകളുമായി, ആ ഐഡന്റിറ്റിയോടുകൂടെ ഖബറിൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾ. ഇനി എന്താ പറയേണ്ടത്? ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇന്നലില്ലാഹി മാഇദത്തൻ അലൈഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ ലാ യഖൂദു അലൈഹാ ഇല്ലാ സ്സായിമൂൻ. നിശ്ചയമായും അല്ലാഹു തആല സ്വർഗത്തിലതാ ഒരു സുത്ര വിരിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഭൗതിക ലോകത്തുള്ള സുത്രയായി കരുതേണ്ട കേട്ടോ.
അത് എന്തോ അത്ഭുതകരമായ ഒരു തളികയാണ്, ഒരു സുപ്രയാണ്. അതിലില്ലാത്ത ഭക്ഷണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാലായനും വഅത്ത്, ആ സുപ്രയുടെ മേലിൽ ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആസ്വാദ്യത്തിന്റെ കൊടുമുടികളായ ഭക്ഷണങ്ങളുണ്ട്. വലാ ഉദുനും സമയത്ത് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിന്മേലും ഇതുവരെ ഉദയം കൊണ്ടിട്ടില്ലാത്ത എത്രയോ വലിയ സദ്യകളുടെ, വിഭവസമൃദ്ധമായ സദ്യകളുടെ ഒരു വലിയ അത്ഭുതകരമായ സുപ്രാത അല്ലാഹുവിനുണ്ട്. ലാ യഖഉദു അലൈഹാ ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാത്തവരാരും ആ സുപ്രയിൽ ഇരിക്കുകയില്ല. നോമ്പുകാർക്കുള്ള ബഹുമാനമാണ്. അപ്പൊ എന്താണ് ഈ നോമ്പുകാരെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവർക്കുള്ള റെസ്പെക്ട് എന്താണ്? മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വളരെ നോർമലായ നിലക്ക് തന്നെ നോമ്പുകാരൻ ഇബാദത്തെടുത്താലും അവന്റെ വിശ്രമ സമയമായിരുന്നാൽ പോലും അവന് വലിയ പവറുള്ള ആരാധനയുടെ ലിസ്റ്റിനെ അല്ലാഹു ഉൾപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരിക്ക് ശ്രദ്ധിക്കണം. സുംതുസ്സായിമി തസ്ബീഹുൻ വനൗമുഹു ഇബാദത്തുൻ വദുആഉഹു മുസ്തജാബുൻ വഅമലുഹു മുളാഅഫുൻ. സുംതുസ്സായിമി, നോമ്പുകാരൻ നിശബ്ദനായിരിക്കുന്നത് തസ്ബീഹാണ്. നോമ്പുകാരൻ മിണ്ടാതിരിക്കുന്നത് പോലും തസ്ബീഹിന്റെ ഗണത്തിൽ പെടുത്തി. കാരണം ആ നിശബ്ദത അത് ചില്ലറ നിശബ്ദതയല്ല. വായെടുത്താൽ അവരന്റെ കുറ്റം പറയുന്ന നാവായിരുന്നു. നോമ്പുകൊണ്ട് അവന്റെ നാവിനെ അവൻ കൺട്രോൾ ചെയ്തതാണ്. അപ്പോൾ അതിന് ഫലമുണ്ട്. വനൗമുഹു ഇബാദത്തുൻ, അവന്റെ ഉറക്കം പോലും ആരാധനയാണ്. കാരണം അത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ശരീരത്തെ കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള പരിശീലനത്തിന്റെ ഉറക്കമാണ്. മാത്രമല്ല വദുആഉഹു മുസ്തജാബുൻ, നോമ്പുകാരൻ ബഹുമാനിതനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രാർത്ഥന മറുപടി കിട്ടുന്ന പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് അതെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് പിന്നീട്. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. വിശുദ്ധ ഖുർആനിൽ അതിന്റെ സൂചനയുമുണ്ട്. വഅമലുഹു മുളാഅഫുൻ, നോമ്പുകാരന്റെ കർമ്മങ്ങൾ ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. നോമ്പുകാരൻ ചില്ലറക്കാരനല്ല. അസ്വായിമു ഫീ ഇബാദത്തിൻ വഇൻ കാന നായിമൻ അലാ ഫിറാശിഹി, വിരിപ്പിന്മേൽ കിടന്നുറങ്ങുന്നവനാണെങ്കിലും നോമ്പുകാരൻ ആരാധനയിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങളെ, എന്താണ് ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ഏത് സാധാരണ നോമ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ റമളാനിലുള്ള നോമ്പാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, അത് ഫർളായ നോമ്പാകുമ്പോൾ തന്നെ ഏറ്റവും മിനിമമായി സുന്നത്തിന്റെ 70 ഇരട്ടി ഫലമായി. മാത്രമല്ല, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൗ അന്നല്ലാഹ അദിന ലിസ്സമാവാതി വൽ അർളി അൻ തതകല്ലമാ ലബശറതാ സ്വായിമീ റമളാൻ. അല്ലാഹു തആല ആകാശങ്ങൾക്കും ഭൂമികൾക്കും പ്രപഞ്ചലോകത്തിന് നിർജീവ വസ്തുക്കളായ പ്രപഞ്ചലോകത്തിന് സംസാരിക്കാനുള്ള പെർമിറ്റങ്ങ് കൊടുത്തുപോയാൽ ലബശറതാ സ്വായിമീ റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് ഹാപ്പി ന്യൂസ് പറയാൻ അവർ സമയം ഉപയോഗപ്പെടുത്തും. നമ്മളീ കാണുന്ന പർവ്വതം, കുന്നും മലയും മരവും കല്ലും പാറും റോഡും മറ്റേ വാതിലും എല്ലാ സാധനം ഉണ്ടല്ലോ, അവകളൊക്കെ ചില്ലറ സാധനങ്ങളല്ല. അവകളൊക്കെ ചില അത്ഭുതങ്ങൾ കാണിക്കും. നമ്മളൊക്കെ പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാം പറഞ്ഞ കല്ലുണ്ടായിരുന്നെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രപഞ്ചലോകം. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി,
ഏത് വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അത് അപ്രകാരം തന്നെ മഹാനായ യൂസുഫ് നബി തങ്ങളുടെ ജാമിഉൽ കറാമാത്തിൽ ഔലിയായെ നോക്കിയാൽ കാണാൻ കഴിയും. പർവ്വതങ്ങൾ മഹാന്മാർക്ക് തസ്ബീഹ് ചൊല്ലിക്കൊടുത്ത രംഗങ്ങൾ, പുലികൾ നരികൾ തസ്ബീഹ് ചൊല്ലിക്കൊടുത്ത രംഗങ്ങൾ. മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മനനിൽ പറഞ്ഞതായി കാണാൻ കഴിയും. സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹത്താ ഹുസ്റുൽ മസ്ജിദ്, പള്ളിയിലുള്ള പായകൾ വരെ തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു നിർജീവ വസ്തുക്കൾക്ക് അങ്ങനെയുള്ള ചില കഴിവുകൾ കൊടുത്തേക്കാം. എന്നാൽ ഇവിടെ ഹദീസിൽ കാണുന്നത് എന്താണ്? സംസാരിക്കാനുള്ള സമ്മതം ആകാശങ്ങൾക്കും ഭൂമികൾക്കും കൊടുക്കാത്തതിന്റെ പേരിലാണ്, സംസാരശേഷിയില്ലാത്തതിന്റെ പേരിലാണെന്ന് പറയാൻ വയ്യ. കാരണം ഏത് സംസാരവും സംസാരമില്ലായ്മയും എല്ലാം അല്ലാഹുവിന്റെ കുതിരത്തിന്റെ, അല്ലാഹുവിന്റെ കടിഞ്ഞൂണിന്റെ, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന്റെ പരിധിക്കുള്ളിലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഭാഗത്തേക്ക് നീണ്ടു സംസാരിക്കുകയല്ല. മഹാനായ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സിംഹം, കാട്ടിലെ ഗജവീരനായ സിംഹം കിടന്നുറങ്ങി. ചങ്ങാതിമാരെ പോലെ, ഭാര്യ ഭർത്താക്കളെ പോലെ കിടന്നുറങ്ങി. കാരണം എന്താണ്? സിംഹത്തിന്റെ മൂർധാവ് നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഉറുമ്പ്, ചെറിയ പ്രാണി, നമ്രൂദിന്റെ ഉള്ളിൽ പോയി നമ്രൂദിനെ കൊലപ്പെടുത്തി. നമ്രൂദിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാഷ്ട്രത്തിന്റെ അധിപനാണ്, ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണ്, അക്രമിയാണ്, ക്രൂരനാണ്, പട്ടാള മേധാവിയാണ്. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ഉറുമ്പിനെ വകവരുത്താൻ കഴിഞ്ഞില്ല. ഉറുമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാട്ടിലെ ഗജവീരനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവ് കൊടുത്തവൻ ഗജവീരന്റെ കടിഞ്ഞാണ് ആരുടെ കൈവശത്തിനാണോ അതേ അധികാരി തന്നെയാണ് ഉറുമ്പിന്റെയും അധിപൻ. അതുകൊണ്ട് തന്നെ രണ്ട് രൂപത്തിൽ അല്ലാഹു തആല അവിടെ നിർവഹിച്ചു. എല്ലാം അല്ലാഹുവിന്റേതാണ്. ഒരു കൊതുകിനെ കാണുമ്പോൾ മോമിനായ മനുഷ്യന് സമാധാനിക്കാൻ വയ്യ. ഒരു സിംഹത്തെ കാണുമ്പോൾ സിംഹം തന്നെ വകവരുത്തുമെന്ന് ഉറപ്പിക്കാനും വയ്യ. എല്ലാം അല്ലാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം അല്ലാഹുവിന്റേതാണ്. എന്നാൽ അല്ലാഹു തആല എങ്ങാനും സുബ്ഹാനല്ലാഹ് ഈ പ്രപഞ്ചലോകത്തിന്, ആകാശങ്ങൾക്കും ഭൂമിലോകങ്ങൾക്കും സംസാരിക്കാനുള്ള ശേഷി കൊടുത്താൽ ലബശറതാ സ്വഇമീ റമളാൻ, റമളാനിലെ നോമ്പുകാർക്ക് വേണ്ടി അവർ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ നോമ്പ് നോറ്റാൽ തന്നെ ദോഷങ്ങൾ അകമാനം പുറത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇന്നല്ലാഹു ഫറദ സിയാമ റമളാൻ വസനൻതു ലക്കും ഖിയാമഹു. നബി തങ്ങൾ പറയുന്നു, റമളാൻ മാസത്തിന്റെ നോമ്പിനെ അല്ലാഹു ഫർളാക്കി. അതിലുള്ള തറാവീഹ് നിസ്കാരത്തെ ഞാൻ നിങ്ങൾക്കിതാ സുന്നത്താക്കി തന്നിരിക്കുന്നു. ഫമൻ സാമഹു വഖാമഹു ഈമാനൻ വഹ്തിസാബാ. അതുകൊണ്ട് വിശുദ്ധ റമളാനിനെ ആരെങ്കിലും വിശ്വാസപൂർവ്വവും പ്രതിഫലേച്ഛയോടുകൂടെയും അനുഷ്ഠിച്ചാൽ, അതിലുള്ള തറാവീഹും മറ്റു നിസ്കാരങ്ങളും വിശ്വാസപൂർവ്വവും പ്രതിഫലേച്ഛയോടുകൂടെയും അനുഷ്ഠിച്ചാൽ, ഞാനതിനെക്കുറിച്ച് പറയലെങ്ങനെയാണോ? സ്വർഗം മണത്തുകൊണ്ട് നോമ്പ് നോറ്റാൽ, സ്വർഗം മണത്തുകൊണ്ട് നിസ്കരിച്ചാൽ, ആർക്കാനും വേണ്ടി ഓക്കാനിക്കാം. ഒന്നാം മാസമായിട്ടും കൂടി മേപ്പോട്ടോക്കി നടക്കുക തറാവീഹിന് വരാത്ത ചങ്ങായി എന്ന് നാലാള് പറയുമെന്ന് പേടിച്ചിട്ട് തറാവീഹ് നിസ്കരിക്കാൻ വന്നാൽ പോരാ. തറാവീഹ് എല്ലാവരും നിസ്കരിക്കണം. എന്താ എല്ലാവർക്കും ഇങ്ങനെ സോക്കേട്? ഞാനായിട്ട് പോകാതെ കണ്ടെന്നാ പോവാ. അങ്ങനല്ല, സ്വർഗം മണത്തുകൊണ്ട് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സ്വർഗം മണത്തുകൊണ്ട് തറാവീഹ് നിസ്കരിക്കണം. ഇന്നീ ലഅജിദു റീഹൽ ജന്നത്തി മിൻ വറാഇ ഉഹദ്. ഉഹുദിന്റെ താഴ്വരക്കപ്പുറപ്പിൽ നിന്നതാ സ്വർഗത്തിന്റെ പരിമളം ഞാൻ മണക്കുന്നു. ആ മണമാണ് യുദ്ധരണാങ്കണത്തിലേക്ക് ശരീരം തുണ്ടം തുണ്ടമായി വീഴുമ്പോഴും ചിതറിത്തെറിക്കുമ്പോഴും
ശുദ്ധരണാങ്കണത്തിലേക്ക് ഈറ്റപ്പുലികളെപ്പോലെ ചാടി വീണാൻ സഹാബത്തിനെ പ്രേരിപ്പിച്ചത്. എന്റെ മുഅ്മിനീങ്ങളെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഒരു സുഗന്ധം നമ്മളും ആസ്വദിക്കണം, സ്വർഗം മണക്കണം. ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് മരിക്കാൻ പോവുകയാണ്, ഇപ്പോൾ മരിക്കും, ഇതാ മരിക്കും, ഇതാ ഞാൻ മരിക്കും, എനിക്ക് ഈ നിസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം. പതിറ്റാണ്ടുകളായി കുന്നുകൂട്ടിയിട്ടുള്ള പാപഭാരങ്ങളെ ഇവിടെ നിന്ന് അത്താണിയായി വെച്ചു കൊടുക്കാൻ പറ്റിയൊരു നിസ്കാരമാകണം. എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ പാകമായ നിസ്കാരമാകണം. എനിക്ക് സ്വർഗം കിട്ടണം. ഇതാണ് ഈമാനും വഹ്തിസാബ്. അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയും അങ്ങനെ പിന്നെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ നോമ്പ് നോൽക്കണ സമയത്ത് എന്നറിഞ്ഞപ്പോഴാകാ പ്രാടാന്റെ വാച്ചിലെ സമയം, എന്തോ സമയം നീങ്ങാത്തത്, നിന്റെ ക്യാരംസ് ബോർഡ് കളിക്കാൻ പോവാണ്, നൂറ്റാങ്കുള്ളിൽ കളിക്കാൻ പോവാണ്, മറ്റേ പേര് പാമ്പും കോണിയും കളിക്കാൻ പോവാണ്. ഇപ്പം പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മറ്റേ തുറന്നുവെച്ചാൽ തന്നെ ഇഷ്ടംപോലെ സമയമായി. തഹജ്ജുദൊക്കെ ഇപ്പം വളരെ സൗകര്യത്തിൽ കിട്ടുണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു തആല നമ്മൾ കാത്തുരക്ഷിക്കുമാറാണ്. ഏതായാലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഓരോന്നുണ്ടാക്കും. അല്ലാഹുവേ, ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്തുന്ന റഹ്മാനെ, അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ നോമ്പ് എന്തൊരു ഭാഗ്യമാണ്, എനിക്ക് കിട്ടിയതെന്തൊരു ഭാഗ്യമാണ്. ഞാൻ റമളാനിന്റെ നോമ്പുകാരനാണ്, ഞാൻ സാധാരണക്കാരനല്ല. റയ്യാന് കാത്തു നിൽക്കുന്നത് ഒരു നോമ്പുകാരന് വേണ്ടിയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു നോമ്പുകാരന് വേറെയല്ലോ. റമളാനിന്റെ സ്വയമേ, ആ റമളാനിന്റെ നോമ്പുകാരനാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു വെച്ചിട്ടുള്ള സുപ്ര നോമ്പുകാർക്കാണുള്ളതെങ്കിൽ റമളാനിനെ പോലെയുള്ള നോമ്പുകാരൻ, അത്രയും ഉത്തമനായ നോമ്പുകാരൻ, ഈ ക്രെഡിറ്റുള്ളവൻ അറിയില്ലല്ലോ. ഞാൻ ആ ബഹുമാനമുള്ളവനാണ്. ആ ഉന്മേഷത്തിന് നോമ്പ് എടുക്കണം. അതാണ് ഈമാനും വഹ്തിസാബും എന്ന് പറഞ്ഞത്. അങ്ങനെയാണോ നോമ്പ്? എന്നാലും ചില ലക്ഷണങ്ങളുണ്ടാവും, ഇൻഷാ അല്ലാഹ് പറയാം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസം അവൻ എപ്രകാരമാണോ, അവന്റെ ഹൃദയത്തിൽ ദോഷങ്ങളുടെ ലവലേശം കറയില്ല. പളുങ്ക് സമാനമായ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായ കൊച്ചു പൈതലിനെ പോലെ ഇവൻ സർവദോഷമുക്തനായി തീരുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കേട്ടങ്ങള്, ഒരു പെറ്റ കുട്ടി അതുപോലെ ആയിക്കിട്ടാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഹജ്ജിനൊക്കെ പോയി മബ്രൂറും മക്ബൂലുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്തു വന്നാൽ അങ്ങനത്തെ പ്രതിഫലങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ റമളാൻ, ഈ ഒരൊറ്റ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും ഉമ്മമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് വിശുദ്ധ റമളാനിന്റെ പ്രഥമ ദിനമാണ്. ഈ ദിവസത്തിൽ ഒരൊറ്റ പ്രതിജ്ഞ എടുക്ക, പഠിച്ചോനെ, എന്റെ നോമ്പ്, എന്റെ റമളാൻ, ഇത് ആരുടെയും കീഴിൽ ഞാൻ പണയം വെക്കാൻ തയ്യാറല്ല. എന്റെ നോമ്പിന്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ ആര് തുനിഞ്ഞാലും എന്റെ വിശുദ്ധ റമളാൻ പൊന്നുപോലെ ബഹുമാനിക്കേണ്ട റമളാനിന്റെ ഞാൻ അതിന്റെ പവറ് ബഹുമാനപുരം നിലനിർത്താൻ വേണ്ടി ചിന്തിക്കുമ്പോൾ ആരാണോ ഇതിനെ ഹനിക്കാനും കെടുത്താനും എന്നെ നരകക്കൊണ്ടിലേക്ക് ഈ മാസത്തിനും തള്ളി നിൽക്കാൻ തയ്യാറാണ്, ഞാൻ ഒരിക്കലും തയ്യാറാവൂല. വിവിധ ശൈലികളെ വരാ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ പലതും നമുക്ക് പരാമർശിക്കേണ്ടി വരും. വിവിധ ശൈലികളിലായിരിക്കും റമളാനിന്റെ അവഹേളനം വരിക. ചിലപ്പോൾ നോമ്പുതറയുടെ ശൈലിയിൽ, ചിലപ്പോൾ നോമ്പ് നോൽക്കാൻ പോകുന്നതിന്റെ ശൈലിയിൽ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, വർത്തമാന കാലഘട്ടത്തിലുള്ള നോമ്പുതുറകളും ആ ആഭാസങ്ങളും ആ രൂപത്തിലേക്കായിത്തീർന്നത് കൊണ്ട് ആരാധനയിൽ, വിശുദ്ധ റമളാനിൽ നിർവഹിക്കുന്ന ആരാധനകളിൽ വളരെ പ്രാധാന്യമായ സ്ഥാനം വഹിക്കുന്ന ഒരു ആരാധനയാണ് നോമ്പ് തുറപ്പിക്കൽ. പക്ഷേ വർത്തമാന യുഗത്തിൽ ആരാധനയുടെ പരിവേഷം പോലുമില്ലാതെ പിശാചിന് തീ എഴുതി കൊടുത്ത നോമ്പുതുറകളായി അധപതിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അർഹമുർറാഹിമീനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ നടത്തുന്ന നോമ്പുതുറ മോശമാണെന്നോ എല്ലാവരും കഴിക്കുന്ന നോമ്പുതുറ അങ്ങനെയാണെന്നോ അല്ല. പക്ഷേ ഒരുപാട് ആളുകളുടെ നോമ്പുതുറകളെ, ആ പുണ്യകരമായ ആരാധനയെ പിശാചി തട്ടിയെടുത്തു പോകുന്നുണ്ട്. അപ്പം അതല്ല പറഞ്ഞ ഉസ്താദേ,
സുഫിദത്തി ശയാത്തീൻ, ശൈത്താന്മാരൊക്കെ ചങ്ങലക്കിടും, പിന്നെ മൂപ്പർ തട്ടിയെടുക്കുമെന്ന് പിന്നെ നിങ്ങൾ പറയാൻ പറ്റുമോ? അതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ നിലയ്ക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, ശൈത്താന്മാരെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ അക്സറുൽ ഔഖാത്തിലും അവരുടെ അക്സറുന്നാസിനെയും അവർ ഫിത്നയാക്കുന്നത് നടക്കുകയില്ല. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ചങ്ങലക്കിട്ടാൽ ചിലപ്പോൾ നമ്മളെ പോലീസുകാര് പുള്ളികളെ, ജയിൽ പുള്ളികളെ പരസ്പരം എന്താണ് ചങ്ങലയിൽ കെട്ടിയിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ വഴിന്ന് കാലുകൊണ്ട് ഒരു തട്ടുകൊടുക്കാൻ, ഒരാളെ തട്ടുകൊടുക്കാൻ കിട്ടിയാൽ ഒരു പോലീസുകാരനോട് കാലുകൊണ്ട് ഒരു സിസർ കെട്ട് കൊടുക്കും. ഇങ്ങനെ പലതും സംഭവിക്കും. അതെന്താ? അവന് പരമാവധി ചെയ്യാൻ കഴിയില്ല, ചങ്ങലയിൽ ബന്ധനസ്ഥനാണ്, ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഈ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവന്റെ 100% സ്വാധീനം നഷ്ടപ്പെട്ടു പോയി. കുറെയൊക്കെ കഴിയും, കുറെ കഴിയില്ല. റമളാൻ മാസമല്ലാത്ത മാസങ്ങളിൽ കഴിയുന്നത് പോലെ കഴിയില്ല എന്നാണ് ഒരു വ്യാഖ്യാനം, ഇബ്നു ഹജർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താജുൽ ഉറൂസിൽ പറഞ്ഞിട്ടുള്ളത്, പിശാചിനെ കെട്ടിയിട്ടാലും ശരീരമെന്ന് പറയുന്നത് കൊടിയ വഞ്ചകനാണ്. മനുഷ്യന്റെ ശരീരം തന്നെ തെറ്റുകൾക്ക് പ്രേരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശരീരം, മനുഷ്യന്റെ ശരീരം അത് തിന്മയുടെ ദുർബോധകനാണ്. വല്ലാതെ തിന്മയ്ക്ക് വേണ്ടി മനുഷ്യനെ ബോധവൽക്കരണം നടത്തുന്നവനാണ്. തിന്മയ്ക്ക് വേണ്ടിയല്ലാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വഭാവ ശരീരത്തിനുണ്ട്. ശരീരം നിസ്കരിക്കണ്ടെന്നോ എന്താ ശരീരം പറയാ? നോമ്പ് വേണ്ടാന്ന് പറയും അല്ലേ? നോമ്പ് നോക്കണോ വേണ്ടേ? ശരീരം എന്താ പറയാ? എങ്ങനെയും ഒപ്പിക്ക് എന്ന് വേണ്ടില്ലേനി എന്നാ പറയാ. നമ്മൾ പോകുന്ന ഒരു കൊല്ലം നോമ്പ് കിട്ടിയാൻ തിരക്കടിയ എന്ന് ആഗ്രഹിച്ചു പോകുന്ന, പക്ഷെ നമ്മൾ കിട്ടിയതെന്ന് ഒപ്പിക്കുമെന്നുള്ള പാടാ. അങ്ങനെയാണല്ലോ. എന്താക്കാൻ? ഇതൊക്കെ ശരീരത്തിന്റെ പിടിച്ചുവലികളാ. ശരീരങ്ങൾ പിടിച്ചുവലിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ പറഞ്ഞിട്ടുള്ളത്, എടോ നീ നിന്റെ ശരീരത്തെ ഇപ്പോൾ നീ ശക്തമായ ശരീരത്തെ നീ ഇങ്ങോട്ട് പിടിച്ചു വലിക്കണം. കാരണം എന്താണ്? ശരീരം നിന്റെ ആരാധനകൾക്ക് നിനക്ക് വേണ്ടി ആ ശരീരം ഹിതപ്പെട്ടു വന്നുകൊള്ളണമെന്നില്ല. ശരീരം നിന്നെ പിടിച്ചു വലിക്കും, ആരാധനയിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ നീ ശക്തമായ എതിർ സമ്മർദ്ദം പ്രയോഗിച്ച് നീ ശക്തമായി ഇങ്ങോട്ട് പിടിച്ചു വലിക്കണം. അങ്ങനെ പിടിച്ച് വലിച്ച് ഇപ്പൊ ഹദ്ദാദിന് കൂടാനും പോരില്ല, നിസ്കരിക്കാനും കൂടാൻ പോരില്ല, ജമാഅത്തിന് പോകാനും പോരില്ല, സുബ്ഹാനല്ലാഹ് നോമ്പ് നോൽക്കാനും പോരില്ല. എല്ലാം കൂടി ഇങ്ങനെ ആർക്കാനും വേണ്ടി ഓക്കാൻ ചുറ്റുമറ്റും ഇങ്ങനെ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ശരീരം നിന്നെ പിടിച്ചു വലിക്കുമ്പോൾ ശരീരത്തിന് വേണ്ടി കൂട്ടുനിൽക്കാതെ നീ ശക്തമായ ശ്രമം നടത്തിയിട്ട് ശരീരത്തെ നിന്റെ ഭാഗത്തേക്ക് നീ പിടിച്ച് ഇങ്ങോട്ട് വിരിക്കണം. നിനക്ക് താല്പര്യമില്ലെങ്കിലും ദിക്ർ ചെല്ലണം, താല്പര്യമുള്ളെങ്കിലും നിസ്കരിക്കണം, താല്പര്യമില്ലെങ്കിലും ഖുർആൻ ഓതണം, താല്പര്യമില്ലെങ്കിലും നോമ്പ് നോൽക്കണം. അങ്ങനെ ശരീരത്തിനെ കൊണ്ട് ഇബാദത്തിൽ, ആരാധനകളിൽ, അല്ലാഹുവിന്റെ വഴിപ്പാടുകളിൽ കഷ്ടപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ച് അവസാനം പരിശീലിപ്പിച്ച് ശരീരം പാകമായി വരുന്നൊരു ഘട്ടം വരും. അങ്ങനെയുള്ളൊരു ഘട്ടം വന്നാൽ പിന്നീട് നിനക്ക് ഈ വിക്രുകൾ ഒഴിവാക്കാൻ കഴിയില്ല. ശരീരം പരിശീലിക്കപ്പെട്ടുപോയി. പിന്നീട് നിനക്ക് തഹജ്ജുദ് ഒഴിവാക്കാൻ കഴിയില്ല. പിന്നീട് നിനക്ക് ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും നിന്നെ എന്തെങ്കിലും വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ നിനക്ക് ആ ക്ഷണത്തിൽ പങ്കെടുക്കാൻ പ്രയാസമാണ്. കാരണം നിനക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വൈമനസ്യമാണ്. നിങ്ങളുടെ അവസ്ഥ പിന്നീട് വരും. അതുവരെ ഒന്ന് കഷ്ടപ്പെടണം, പാകപ്പെടുത്തിയെടുക്കണം. അതിനാണ് മനുഷ്യൻ പരിശീലിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, നമ്മൾ റോക്കറ്റ് കണ്ടിട്ടില്ലേ അല്ലേ? വാനലാകത്തേക്ക്, ശൂന്യാകാശത്തേക്ക് പേടകങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ അല്ലേ? അവകളെ, ഉപഗ്രഹങ്ങളെ അയക്കാൻ വേണ്ടി റോക്കറ്റ് മുഖേന നാം അയക്കാറുണ്ട് നമ്മുടെ ശാസ്ത്രലോകം അല്ലേ? ആ റോക്കറ്റ് മുകളിലേക്ക് പൊന്തുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? ശക്തമായി ഭൂമിയിലേക്ക്, താഴ്ഭാഗത്തിലേക്ക് അത് പുകകൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി പുക പുറത്തേക്ക് വിസർജിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പുകയുടെ രഹസ്യം? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണത്താൽ റോക്കറ്റിനെ ഭൂമി പിടിച്ചു വലിക്കുകയാണ്.
റോക്കറ്റിനെ ഭൂമി പിടിച്ചു വലിക്കുകയാണ്. വലിക്കുമ്പോൾ വിമാനം ഉയർന്നതിന്റെയും എല്ലാം പിന്നിലുള്ള രഹസ്യം അങ്ങനെയാണ്. അങ്ങനെ ഭൂമി താഴോട്ട് പിടിച്ചു വലിക്കുമ്പോൾ താഴയിലേക്ക് ശക്തമായി എയർ ഇട്ടുകൊണ്ട് എതിർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയരുകയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനെ മറികടന്നുകൊണ്ട് എതിർ സമ്മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് ശക്തമായി മുകളിലേക്ക് പോരുകയാണ്. അങ്ങനെ ഈ റോക്കറ്റ് വിമാനം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ വലയത്തിന്റെ അപ്പുറം ബൗണ്ടറി ഭേദിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കടന്നാൽ പിന്നീട് അത് താനെ സഞ്ചരിച്ചുകൊള്ളും. അല്ലേ? ഇതേ പ്രകാരം ഔലിയാക്കന്മാർ ചെയ്ത പരിശീലന മാർഗം അങ്ങനെയാണ്. സ്വാലിഹ്യങ്ങൾ ചെയ്തതെങ്ങനെയാണ്? അവർക്ക് ഇപ്പോൾ നിസ്കരിക്കുന്നതിന് പ്രയാസമില്ല, നോമ്പ് നോൽക്കുന്നതിന് പ്രയാസമില്ല, ദിക്ർ ചൊല്ലുന്നതിന് പ്രയാസമില്ല, ഖുർആൻ ഓതുന്നതിന് പ്രയാസമില്ല, നൽകാര്യങ്ങൾ ചെയ്യുന്നതിന് സങ്കോചമില്ല, ബുദ്ധിമുട്ടില്ല, ക്ഷീണമില്ല, മടിയില്ല, പ്രയാസമില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ഇത് സാധിപ്പിച്ചെടുത്തത്? ആദ്യമൊക്കെ പ്രയാസമുണ്ടായിരുന്നു, പിന്നീട് അവർക്ക് പ്രയാസം വന്നില്ല. കാരണം ശരീരത്തിന്റെ കൂടെ അവർ അങ്ങോട്ട് നിന്ന് കൊടുത്തില്ല, ശരീരത്തെ അവരിങ്ങോട്ട് പിടിച്ചു വലിച്ചു. ഇപ്രകാരം എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നമ്മൾ എതിർ സമ്മർദ്ദം നടത്തിയിട്ട് ശരീരത്തിന്റെ ഇച്ഛകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, ശരീരങ്ങളോട് പോരാട്ടം നടത്തണം. എന്നിട്ട് നാം മറുകരയിലെത്തണം. അപ്പോൾ പിന്നീട് നമുക്ക് ബോൾ കളി കാണാൻ രസമുണ്ടാവുകയില്ല. കാരണം അത് ശരീരത്തിന്റെ താല്പര്യമാണ്. ശരീരത്തെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. സിനിമ കാണാൻ താല്പര്യമില്ല. കാരണം നാം ശരീരത്തിന്റെ താല്പര്യമാണ്, ആത്മാവിന്റെ താല്പര്യമല്ല. ശരീരത്തെ നാം തോൽപ്പിച്ചിട്ടുണ്ട്. അല്ലേ? ദിക്ർ ചെല്ലാൻ നമുക്ക് ഉത്സാഹമാണ്. കാരണം ശരീരത്തിനാണ് ദിക്ർ ചെല്ലുന്നതോട് ആലസ്യതയുള്ളത്. ശരീരം തോറ്റുപോയിട്ടുണ്ട്. ആത്മാവാണ് ദിക്ർ ചെല്ലാൻ ആഗ്രഹമുള്ളത്. ആത്മാവ് വളർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു മൈതാനിലേക്ക് എത്തണം. അല്ലേ? പണ്ട് ഒരു ത്വരീഖത്തുകാർ, ഒരു കള്ളത്വരീഖത്തുകാർ, നമ്മുടെ ബഹുമാനപ്പെട്ട വലിയുള്ളായി കുഞ്ഞിപ്പൂക്കുറ്റി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വക്കീൽ ഉസ്താദിന്റെ എല്ലാം ഷെയ്ഖായിരുന്ന കുഞ്ഞിപ്പൂക്കുറ്റി മുസ്ലിയാർ, നമ്മുടെ ചെറിയ മുണ്ടം ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പൂക്കുറ്റി മുസ്ലിയാർ, അദ്ദേഹം ഉള്ള കാലഘട്ടത്തിൽ അന്നത്തെ കള്ളത്വരീഖത്തുകാർ ഒരുപാട് ചോദ്യങ്ങൾ എഴുതിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അതിന് മറുപടി എഴുതിയപ്പോൾ അതിലൊരു ചോദ്യം എന്താണ്? അള്ളാഹുവിന്റെ അടിമകൾക്ക് ലാ തക്ലീഫ, അവർക്ക് തക്ലീഫില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഇബാദത്ത്. തക്ലീഫില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കീർത്തനകളില്ല. അപ്പൊ മുക്കല്ലഫായ നമ്മൾ നിസ്കരിക്കണേ നോമ്പേൽക്കണൊക്കെ എന്താ? തക്ലീഫിന്റെ അതിന്റെ പേരിലാണ്. അതായത് കീർത്തനകൾ നിർബന്ധമായി ചെയ്യണം എന്നുള്ള കീർത്തനയുണ്ട്. ഈ കള്ളത്തൊരുക്കത്തുകാർക്ക് നിസ്കാരമില്ല. അപ്പോൾ ഈ ഇബാറത്ത് പിടിച്ചിട്ടാണ് അവർ ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്. തക്ലീഫില്ല. സുബ്ഹാനല്ലാഹ്, കുഞ്ഞിപ്പൂക്കുറ്റി മുസ്ലിയാരെ മറുപടി കൊടുത്തത് അങ്ങനെയാണ്. എടോ, തക്ലീഫില്ല എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അതിശ്രേഷ്ഠരായ ഔലിയാക്കളുടെ പാതയിലെത്തുമ്പോൾ, ഉന്നതമായ മർത്തബ പ്രാപിക്കുമ്പോൾ അവർ പിന്നീട് നിസ്കരിക്കുന്ന നിസ്കാരം അവരോട് നിർബന്ധമായി കീർത്തിക്കുന്ന രൂപത്തിലുള്ള നിസ്കാരമല്ല. അവരോട് കീർത്തിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ അവർ നിസ്കരിക്കും. അവർ നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്നല്ല, അവർ നിസ്കരിക്കുന്നത് എടങ്ങേറായി നിസ്കരിക്കുകയല്ല. എടങ്ങേറായി അവരോട് കീർത്തിക്കേണ്ടി വരുന്നില്ല. അവരുടെ നോമ്പ് നോൽക്കാൻ വേണ്ടി എടങ്ങേറായി കൽപ്പിക്കേണ്ടി വരുന്നില്ല. അതിനുവേണ്ടി വടിയെടുക്കേണ്ടി വരുന്നില്ല, വാളെടുക്കേണ്ടി വരുന്നില്ല. സ്വമേധയാ അവർ പ്രവർത്തിക്കുന്നു. ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, പറഞ്ഞില്ലേ? ആരാധനകളിൽ ഏറ്റവും ഉന്നതമായ റാങ്ക് വാങ്ങിയ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ മനസ്സാന്തരത്തിലെ ആഹ്ലാദവും സന്തോഷവും അത് നിസ്കാരത്തിലാണ്. എന്താ കാരണം? അപ്പൊ പിന്നെ അവര് എടങ്ങേറായി ചെയ്യല്ല, കുൽഫത്തോടുകൂടെ ചെയ്യല്ല. ലാ തക്ലീഫ, കുൽഫത്തില്ല, എടങ്ങേറില്ല എന്നാണ്. അല്ലാതെ ഔലിയാക്കന്മാരെ മർത്തബെത്തിയ പിന്നെ നിസ്കാരമില്ലാന്നല്ല. നിസ്കാരം എടങ്ങേറായി നിർവഹിക്കേണ്ട മർത്തബല്ല. അവര് എല്ലെങ്കിലും നിസ്കരിച്ചു പോവും. കണ്ടില്ലേ നിങ്ങള്? മഹാനായ സുബ്ഹാനല്ലാഹ് മുസ്ലിം ബഹുമാനപ്പെട്ട ആരിഫ്യങ്ങളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട യുസ്ഫുൽ മറന്നുപോയി. ബഹുമാനപ്പെട്ടവർ ഖബറിൽ വെച്ച് സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചു.
ആ നിസ്കാരം ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആലയോട് ദുനിയാവിൽ വെച്ച് തന്നെ ആവശ്യപ്പെട്ടു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅദനു ലി അഹദിൻ മിൻ ഇബാദിക അൻ യുസല്ലിയ ഫിൽ ഖബ്രി ഫഅദില്ലി. പടച്ചവനെ, ഖബറിൽ വെച്ച് ഒരു വ്യക്തിക്ക് നിസ്കരിക്കാനുള്ള സമ്മതം നീ കൊടുക്കുന്നുവെങ്കിൽ അതെനിക്ക് താ അല്ലാഹ്. മഹാനുഭാവൻ സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹി ബാറക്കല്ലാഹു ലക്. അപ്പം ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കാണാൻ കഴിയുന്നു. കണ്ടില്ലേ? അപ്പൊ എന്താ പറയുന്നത്? അത് കുലിഫത്തില്ല. ഇതേ പ്രകാരം ഞാനത് പറഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക് ശകലം കടന്നുപോയതാണ്. എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തെ നാം മെനക്കെട്ടുകൊണ്ട് പാകപ്പെടുത്തിയെടുക്കണം. അങ്ങനെ പാകപ്പെടുത്തിയിട്ടൊക്കെ നടക്കും. കണ്ടില്ലേ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇമാം എന്താ പറഞ്ഞത്? ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? എടോ, അതൊന്നും നടക്കൂല എന്ന് പറയല്ല. ഇവിടെ സമുദ്രത്തിന്റെ ആഴിയിൽ നിന്ന് മുത്തുകൾ പൊറുക്കിക്കൊണ്ടുവന്നവരുണ്ട്. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മുത്തുകൾ സമുദ്രത്തിന്റെ ആഴിയിലാണ്. കരയിൽ നിന്നുകൊണ്ട് മനുഷ്യരിങ്ങനെ ചിന്തിക്കുകയാണ്, അത് കടലിന്റെ അടിയിലാണ്, കിട്ടൂല എന്ന് പറഞ്ഞ് മനുഷ്യൻ നിരാശനായി നിരാശാബോധത്തോടുകൂടെ അപകർഷണാബോധത്തോടുകൂടെ തിരിച്ചുപോയിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മുത്തുകൾ നിന്ന് മനുഷ്യൻ അണിയുമായിരുന്നോ? ഇല്ല. മനുഷ്യൻ പരിശീലിച്ചു, ശരീരത്തെ പരിശീലിപ്പിച്ചു. മത്സ്യത്തെ പോലെ വെള്ളത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശരീരത്തെ പരിശീലിപ്പിച്ചപ്പോൾ ശരീരം അത് പ്രാക്ടീസിലൂടെ നേടിയെടുത്തു. അപ്രകാരം എന്തുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാര് ചെയ്തതുപോലെ എന്റെ ശരീരത്തെ ഞാൻ പരിശീലിപ്പിച്ച് എന്റെ ശരീരം കൊണ്ട് ദിനേനെ 100 കണക്കിന് നിസ്കരിക്കാനും 100 കണക്കിന് ദിക്ർ ചെല്ലാനും സുന്നത്ത് നോമ്പ് നോൽക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും എന്റെ ശരീരത്തെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പരിശീലിപ്പിക്കാനും ഞാൻ മെനക്കെടുന്നു. കടലിന്റെ ആടിയിൽ നിന്ന് മുത്തിനെ പൊറുക്കിക്കൊണ്ടുവരാൻ വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരെ പോലെ, കണ്ടുപിടുത്തത്തിന്റെ ഉടമകളെ പോലെ ആരാധനയുടെ വിഷയത്തിൽ ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്റെ ശരീരത്തെ ഞാനിതാ പരിശീലിപ്പിക്കുമെന്ന് തീരുമാനിച്ച് എന്തുകൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല? എന്റെ മക്കളെ, ശബ്ദം ശ്രവിക്കുന്ന മുത്താലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിന്റെ ശരീരം വെളിപ്പെടുന്നില്ല, എന്റെ ശരീരം വേണമെന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല. സർക്കസിൽ പലപ്പോഴും ചെറിയ കാലത്ത് ഞാനും കണ്ടിട്ടുണ്ട്. സർക്കസ് കാണാൻ പോയപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞ അത്ഭുതങ്ങൾ എന്താണ്? 10 രൂപ 5 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ പോകുന്നത് എന്തിനാണ്? സർക്കസ് കൂടാരത്തിൽ ഒരു ചെറിയ ചരടിന്മേലിലൂടെ ഒരു ചെറുപ്പക്കാർ നടന്നു പോകുന്നു. ചരടിന്റെ മേൽക്കൂടെ നടക്കേ, ആ ചരടിന്റെ മുകളിലൂടെ, ചെറിയ കയറിന്റെ മുകളിലൂടെ നടക്കാൻ വേണ്ടി ആ സർക്കസ് വിദഗ്ധൻ ശരീരത്തെ പരിശീലനം ചെയ്തപ്പോൾ അത് സാധിപ്പിച്ചെടുത്തല്ലോ. എന്തുകൊണ്ട് നിന്റെ ശരീരത്തെ തഹജ്ജുദ് നിസ്കരിക്കാൻ അപ്രകാരം ഒന്ന് പരിശീലിപ്പിച്ചുകൂടാ? സർക്കസുകാരൻ എന്തെല്ലാം ഗോമാളികൾ കാണിക്കുന്നു, എന്തെല്ലാം ഗോഷ്ടികൾ കാണിക്കുന്നു, പരിശീലന മുറകളിലൂടെയല്ലേ? എന്തുകൊണ്ട് നിനക്കത് സാധിക്കുന്നില്ല? നീ എന്തുകൊണ്ട് ശരീരത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശീലിപ്പിക്കുന്നില്ല? അങ്ങനെ പരിശീലിപ്പിച്ചാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മനുഷ്യൻ ഈമാനോടുകൂടെയും നല്ല ഉന്മേഷത്തോടുകൂടെയും ഈ പാതയിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ പ്രസവ കുഞ്ഞിനെ പോലെ അവൻ ആയിത്തീരും. അല്ലാഹു തആല ഭാഗ്യശാലിയെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇതൊക്കെ റമളാൻ മാസത്തിന്റെ നോമ്പുകൾ, സാധാരണ നോമ്പുകളുടെ ഓഫറുകളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഈ ഓഫറുകളുടെ കഥയൊന്നുമല്ല, ഈ ഓഫറുകളുടെ കഥയൊന്നുമല്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം 1.5 മണിക്കൂർ ഏകദേശം നമ്മൾ സംസാരം തുടങ്ങിയിട്ടായി. അതിൽ 1 മണിക്കൂർ നേരമെങ്കിലും ചുരുങ്ങിയത് വിശുദ്ധ നോമ്പിനെ കുറിച്ചുള്ള പവറുകളെ മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം, അല്ലേ?
ഈ പവറുകളെ ഹദീസിൽ വന്നത് ശകലം പെറുക്കിയെടുത്ത് പറഞ്ഞതാണ്. എന്നാൽ ഇതിനേക്കാൾ പറയാത്തതിനേക്കാൾ എത്രയോ കൂടുതൽ ഇനിയും താളുകളിൽ കിടപ്പാണ്. പക്ഷേ ഈ ഓഫറുകളെ കുറിച്ചൊന്നുമല്ല വിശുദ്ധ സൗമ്യനെ നോമ്പിനെ തെരഞ്ഞെടുത്തതിന്റെ രഹസ്യമായി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. നോമ്പിനെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അല്ലാഹു തആല എന്തിന് തെരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ ഈ ഓഫറുകളെ കുറിച്ചൊന്നും അല്ലാഹു പറഞ്ഞില്ല. അപ്പോൾ അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയണമെങ്കിൽ ആ പറഞ്ഞത് ഏറ്റവും വലിയ ഓഫറായിരിക്കുമല്ലോ. അത് പിടിച്ചതിനേക്കാൾ വലുത് മാളത്തില്. നോമ്പിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ബഹുമാനം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ നോമ്പ് വെക്കാൻ ആർക്കും പൂതിയിപ്പോവും. അത്രയും വലിയ ബഹുമാനം. പക്ഷേ അല്ലാഹു തആല ഇതെന്നെ എടുത്തത് പിടിച്ചതിനേക്കാളും വലിയ മാളത്തിൽ. അല്ലാഹു തആല എടുത്ത ലക്ഷ്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസം അകത്ത് കയറിയ ആളുകളെ, അങ്ങനത്തെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങനത്തെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞിടത്തോളി, ബൈബിൾ പറഞ്ഞോളി നബിയെ, അത് മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യുന്ന പറയണത്. മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും. അല്ലാഹു തആല ഇടക്കിടക്ക് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. നോമ്പിനെ കുറിച്ചാണ് പറയാൻ പോണത്. എല്ലാവർക്കും അത് പറ്റൂല. ഇത് വന്ന തന്നെ എന്നുള്ള ചിന്തയിൽ ഇടങ്ങേറിൽ നോൽക്കണവരുണ്ട്. അത് ഈ മാനശകലം കുറഞ്ഞു പോയതിന്റെ പേരിലാണ്. നോമ്പ് താല്പര്യപൂർവ്വം നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗം മണത്തുകൊണ്ട് നോൽക്കണം. കിട്ടിയ ചാൻസ്, എന്തൊരു നല്ല ചാൻസ്. അങ്ങനെ ആഗ്രഹപൂർവ്വം നോൽക്കണം. അങ്ങനെ നോൽക്കുമ്പോൾ അവർ മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നോമ്പിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ഈ രഹസ്യമറിയാത്തതിന്റെ പേരിൽ അബദ്ധത്തിൽ ചാടിപ്പോകരുത് എന്ന് അല്ലാഹുവിന് താല്പര്യമുള്ള രൂപത്തിൽ അല്ലാഹു പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമ, നിങ്ങൾക്കിതാ നോമ്പിനെ നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടു തന്നിരിക്കുന്നു. നിർബന്ധ ഏതുപോലെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾക്കും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ, ഏത് രൂപത്തിൽ, ഇങ്ങനെ അതൊന്നും നിങ്ങൾ ചോദിക്കണ്ട. മുൻഗാമികൾക്കും നോമ്പുണ്ട്, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കും നിങ്ങൾക്കും ഒക്കെ നൽകിയത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്താണ് ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇപ്പൊ ഏകദേശമൊക്കെ ചെറിയ നിലക്ക് പിടുത്തം കിട്ടും നമുക്ക്. എന്താ? നിങ്ങൾക്ക് തഖ്വ കിട്ടാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടിയായി. എന്താ? സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കൊരു സംശയം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പല ആഘോഷ പരിപാടികൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? പല ആഘോഷമല്ലേ? കുട്ടികൾ ജനിച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ പിറന്നാൾ ആഘോഷം എന്ന പേരിൽ പായസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അല്ലേ? പായസം ബിരിയാണി വെക്കും ചിലവർ. പല ആഘോഷങ്ങളുടെ കുഴപ്പമില്ല. ഇങ്ങനെ വിവിധ ശൈലികളിൽ, അല്ലേ? ഒരു കളിയിൽ ജയിച്ചാൽ ആ കമ്മിറ്റിക്കാരെല്ലാം കൂടി കൂടിയിട്ട്, ആ ടീമെല്ലാം കൂടി കൂടിയിട്ട് സപ്പറെടുക്കും, അല്ലെങ്കിൽ നാട് ബിരിയാണി വെക്കും. ഇങ്ങനെ പല പരിപാടികളുണ്ടാവും. എന്തെല്ലാം ആഘോഷ പരിപാടികൾ എന്നുള്ള നിലക്ക് പലതും ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായതിന്റെ ആഘോഷ പരിപാടികൾ ആഗസ്റ്റ് 5 കൊണ്ടാടുമ്പോൾ എല്ലാവരും പട്ടിണിയെടുക്കല അല്ല, അന്ന് ആഘോഷ പരിപാടികളാണ്, അല്ലേ? തിന്നാനും കുടിക്കാനും ചാടാനും ഓടാനും എല്ലാം ഉണ്ടാവും. എന്റെ ഖുർആനിന്റെ ഏറ്റവും നല്ല വാർഷിക ആചരണ സമയം പിരീഡാകുന്ന റമളാനിൽ വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും നല്ല കെങ്കേമമായ ഒരു സദ്യയാണല്ലോ വേണ്ടത്. പിന്നെന്താ സദ്യ ഇല്ലാതെ പോയത്? ഉള്ള സദ്യം കൂടി മുടക്കിക്കാണ് അല്ലാഹു തആല. തലേന്ന് നല്ല സാപ്പാട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ട്. നോമ്പായപ്പോ ഖുർആന്റെ വാർഷികമായപ്പോ പട്ടിണി നടക്കാനാ പറഞ്ഞു. നോമ്പ് വിട്ടുകളിയുന്ന സമയ ഷഹിദമെങ്കും ഷേറഫല്യസും ഖുർആന്റെ വാർഷികാചരണമല്ല, അതുകൊണ്ട് നോമ്പ് വിട്ടുകളി. എന്താ സഹോദരന്മാരുടെ രഹസ്യം? ഖുർആനിന്റെ വാർഷികാചരണത്തിന്റെ ഭാഗമായി ഒരു സദ്യ കൊടുക്കാൻ ഈ നശ്വരമായ ലോകത്തുള്ള സദ്യകളൊന്നും അതിന് ഫിറ്റല്ല.
ആ സദ്യ കൊടുക്കേണ്ടത് വിഐപികൾക്ക് കൊടുക്കുന്ന ലോകമാകുന്ന സ്വർഗത്വന്താമനത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ സർട്ടിഫിക്കറ്റ്, ടിക്കറ്റ് ഇവിടെ വെച്ച് കൊടുക്കാം. ആ സ്വർഗത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഖുർആനിന്റെ വാർഷികാചരണ സമയത്ത് ടിക്കറ്റ് കൊടുക്കലായിരിക്കട്ടെ, ടിക്കറ്റ് കൊടുക്കാം. എന്താണ് സ്വർഗത്തിന്റെ ഭക്ഷണം കഴിക്കാനുള്ള ക്വാളിഫൈഡ് ആകുന്ന ടിക്കറ്റ്? ഉഇദ്ദത്തുൽ മുത്തഖീൻ. സ്വർഗമെന്ന് പറയുന്നത് തഖ്വ ഹോൾഡേഴ്സിന് മാത്രം തയ്യാർ ചെയ്യപ്പെട്ടതാണ്. തഖ്വയുള്ളവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത്. അപ്പൊ തഖ്വയാകുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് സ്വർഗത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യന് നൽകാൻ പറ്റിയത്. അതുകൊണ്ട് സ്വർഗഭക്ഷണം കൊടുക്കലായിരിക്കട്ടെ, അല്ലെങ്കിൽ അതിനുള്ള ടിക്കറ്റ് കൊടുക്കലായിരിക്കട്ടെ, ഈ വാർഷികാചരണ മാസത്ത് നാം തയ്യാർ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിച്ചു. അതിനെ പറ്റിയ ഭക്ഷണമാകുന്ന ടിക്കറ്റാകുന്ന സൗമ കൊടുത്തു. ആ സൗമ മുഖേന തഖ്വ കിട്ടണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇനി ഒരു സംശയം, എന്താ ഉസ്താദ് ഈ തഖ്വി നോമ്പും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമൊന്നുമില്ലല്ലോ. തഖ്വ ഒരു വാർത്തക്കാരൻ, തഖ്വി നോമ്പും തമ്മിൽ എന്താ ഒരു ബന്ധം? അതാണല്ലോ ബന്ധം. അത് പറഞ്ഞ അതുകൂടി പറഞ്ഞിട്ട് ഇന്നിപ്പം തൽക്കാലം നിർത്തും. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. തഖ്വി നോമ്പും തമ്മിലുള്ള ബന്ധം, ആ ബന്ധാണ് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന ലയജ്രി മജ്റ ഇബ്നി ആദമ ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റ ദമി ഫലയഖു മജാരിയഹു ഫലയഖി മജാരിയഹു ബിൽ ജൂഇ വൽ അത്ഷ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹായോട് നബി തങ്ങൾ പറയുന്നു, ആയിഷ, മനുഷ്യന്റെ രക്തനരമ്പുകൾ കണ്ടില്ലേ ആയിഷ? രക്തനരമ്പുകൾ സഞ്ചരിക്കുന്ന ശരീരത്തിന്റെ നാനാകോടി കോശങ്ങളിലേക്കും. ശരീരം കോശനിർമ്മിതമാണല്ലോ. ഏത് കോശത്തിനും സ്ഥിരകളുണ്ട്, രക്തഞരമ്പുകളുണ്ട്. രക്തഞരമ്പുകളിലൂടെയാണ് ആ കോശത്തിന്റെ ജീവൻ നൽകുന്നത്, കോശത്തിനാവശ്യമായ ഓക്സിജൻ നൽകുന്നത്, പ്രോട്ടീൻ നൽകുന്നത്, വളർച്ചയ്ക്കാവശ്യമായ വൈറ്റമിൻ നൽകുന്നത്, അതിന്റെ ഊർജം നൽകുന്നത്, ഇരുമ്പ് സത്ത് നൽകുന്നത് എല്ലാം രക്തഞരമ്പുകളിലൂടെയാണ്. ബ്ലഡാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും രക്തഞരമ്പുകളുണ്ട്. എന്നാൽ നിബിധങ്ങൾ ഉദാഹരണം എടുത്തുകൊണ്ട് പറയുന്നു, അപ്രകാരം ശരീരത്തിൽ രക്തസിരകൾ എപ്രകാരമാണോ എല്ലാ ഭാഗത്തേക്കും ഫിറ്റ് ചെയ്യപ്പെട്ടതുപോലെ ശരീരത്തിൽ മുഴുവനും പിശാച് സഞ്ചരിക്കുന്നുണ്ട് ആയിഷ. രക്തം സഞ്ചരിക്കുന്ന പാതയിലൂടെ മുഴുവനും അപ്രകാരം പിശാചും സഞ്ചരിക്കുന്നുണ്ട് ആയിഷ. അതുകൊണ്ട് പിശാചിന്റെ സഞ്ചാരപഥം നീ ഒന്ന് ബ്ലോക്ക് ചെയ്യണേ. പിശാചിന്റെ സഞ്ചാരപഥം ബ്ലോക്ക് ചെയ്യണം. എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്? വിശപ്പ് സഹിക്കന്നെ, ദാഹം സഹിക്കുക തന്നെ. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പിശാചിന്റെ വേലിയേറ്റം തടയപ്പെടണം. പിശാചിന്റെ റോഡുകൾ ബ്ലോക്ക് ചെയ്യണം. പിശാചിന്റെ സഞ്ചാരപഥം തടയപ്പെടണം. അതിനാ നോമ്പ്. അപ്പം അങ്ങനെ തടഞ്ഞുകൊണ്ടുള്ള നോമ്പാണെങ്കിൽ ആ നോമ്പിന് ചില ലക്ഷണങ്ങളുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ആ ലക്ഷണങ്ങൾ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് പറയാം. പ്രഥമ നോമ്പുമാണ്. നമ്മുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും മുതാലിമീങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ, പാവപ്പെട്ട ഉമ്മമാർക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. അറിയില്ല, അല്ലാഹു ആലം, എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് തുറക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടിവരും. അതുകൊണ്ട് പ്രത്യേകമായി ഇൻഷാ അല്ലാഹ് ഇന്നൊരു ആമുഖമാണ്. നമുക്ക് വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്ങനെ ഈ റമളാനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് റമളാനിൽ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കേണ്ടത് എന്നെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സാധുവായി എനിക്കും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എന്റെ ഉസ്താദന്മാർ, എന്റെ മക്കള്, എന്റെ ഭാര്യ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റുറ്റവരുടെയവർ, എന്റെ ശിഷ്യന്മാർ,
എന്റെ ഉസ്താദന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവരും സഹായിച്ചവരും എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. തഖ്വ ലഭ്യമാകാൻ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ലഭ്യമാകാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവർക്കും, നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മക്കൾ തുടങ്ങിയ എല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി പെരുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വർഗം എളുപ്പമാക്കണേ റഹ്മാനേ. സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞു തരുടെ റഹ്മാനേ. നിന്നോട് ധിക്കാരകാടിച്ചുകൊണ്ട് ഇരക്കതിൽ നിന്റെ ശത്രുവിനെ സന്ദേശിച്ചുകൊണ്ട് വിളിക്കാറത്രയും ചെലവഴിച്ചു പോയത് ഞങ്ങൾക്കതിൽ നിന്ന് മോക്ഷം വേണം റഹ്മാനേ, കരകയറണം റഹ്മാനേ, രക്ഷ വേണം റഹ്മാനേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിത്താ റഹ്മാനേ. റബ്ബേ, നിന്റെ ഫള് കൊണ്ട്, കറമ കൊണ്ട്, ലിത്ഫ് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ നീ അകവും പുറവും ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ വളവിനെ നീക്കം ചെയ്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവം ശുദ്ധീകരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് തക്കുവന്ന് നിങ്ങളെ റഹ്മാനെ. നീ ഇഷ്ടപ്പെടാത്ത മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എടുത്തു കളയണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ നിറച്ചു തരണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടാത്ത സർവ്വതിനെ നീ എടുത്തു കളയണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നത് നിന്നിലേക്ക് വാസനാകാൻ കാരണമാകുന്നത് മുഴുവൻ നിറച്ചു തരണേ റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിന്റെ ഭാഗ്യശാലികളിൽ ഞങ്ങളെ വെള്ളിപ്പറതുവരെ പെടുത്തി തരണേ റഹ്മാനെ. വിശുദ്ധ റമദാനിന്റെ നിർഭാഗ്യവാന്മാരെ പെടുത്തരുത് റഹ്മാനെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ റമദാൻ മോശമായി സാക്ഷി നിൽക്കുന്നവരെ പെടുത്തരുത് റഹ്മാനെ. കാസർഗോഡ് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും സൂഫിവരുമായ ബഹുമാനപ്പെട്ട എൻ.എം. ഉസ്താദ് ക്യാൻസർ ബാധിച്ച് അല്ലാഹു തആല ആ ഉസ്താദിന് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. രോഗികളായ പല മുത്താലിമീങ്ങളും നാട്ടിലാണ്. അർഹമർ റഹീമീനായ റബ്ബേ, രോഗികളായ മുത്താലിമീങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ. നാട്ടിലും മറുനാടുകളിലും നമ്മുടെ മോഹന്റെ വസിയത്ത് ചെയ്തവരിലും എല്ലാത്തവരിലും നമ്മെ സഹായിച്ചവരിലും എല്ലാത്തവരിലും ആരെല്ലാം ഏതെല്ലാം മോമിനിയങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും വിഷമം അകറ്റുന്ന റഹ്മാനെ. സാധുക്കളായ നിങ്ങൾക്ക് മുത്താലിമീങ്ങൾക്ക് ഒരു ദിവസത്തെ നോമ്പുതറ മത്തായം തുടങ്ങിയവർക്ക് 10,000 രൂപ ഏകദേശ ചെലവ് കണക്കാക്കി പറഞ്ഞപ്പോൾ വിദേശത്ത് നിന്നും ഒരു അറബി സഹോദരൻ 10,000 ദിർഹംസ് നൽകി. അല്ലാഹു തആല ഒരു ആ സഹോദരന് ദുനിയാവാഹുറ് സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അപ്രകാരം പല ഗുണകാംക്ഷികളും എന്റെ വക ഒരു നോമ്പുതറ ഒരു ദിവസത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രഥമ നോമ്പുതറ മുഹമ്മദ് ഹാജിയുടെ മകനാണ്. അർഹമർ റഹീമീനായ റബ്ബേ, എല്ലാവർക്കും ഈ ദുനിയാവാഹുറെ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ സാബിർ വിളയൂർ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ക്ലാസ് നമുക്ക് സൗകര്യപ്പെടുത്തി തന്നത്. KMIC-യിൽ പല ആളുകളും ഇതിന് വേണ്ടി കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ കൂലി ആ സഹോദരന് കിട്ടും. അതുപോലെ നമ്മുടെ ദർസിൽ ആ വിഷയത്തിൽ നമ്മുടെ മുസ്ലിയാർ അല്ലാഹു തആല അവർക്കൊക്കെ ദുനിയാവാഹുറെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ നമ്മുടെയും കുറ്റവരുടെയും കുടുംബക്കാർ എല്ലാവരെയും അല്ലാഹു ദുനിയാവാഹുറെ സന്തോഷത്തിലാക്കി പെരുമാറാകട്ടെ. നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുന്ന നോമ്പാക്കി പെരുമാറാകട്ടെ. മുത്തഖീങ്ങളുടെ നോമ്പാക്കി പെരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على خير خلقه سيدنا